മാന്യ പ്രേക്ഷകരെ നമസ്കാരം. വീണ്ടും വീണ്ടും സ്നേഹ നമസ്കാരം. ചൊറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾക്കറിയാം, ഇന്ന് ഒരു വിഭാഗത്തിന് വളരെ വേദനാജനകമായിട്ടുള്ള വാർത്ത, എന്നാൽ മറ്റൊരു വിഭാഗത്തിന് സന്തോഷത്തിന്റെ വാർത്തയാണ്. എന്നാൽ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ സന്തോഷമാണോ ദുഃഖമാണോ വരേണ്ടത് എന്ന് പറയേണ്ടതുമുണ്ട്. കാരണം ഈ അടുത്ത നാളിൽ ഭാരതവുമായിട്ട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിഷയം തന്നെയാണ്. വേദനാജനകമാണെങ്കിൽ അങ്ങനെ, സന്തോഷമാണെങ്കിൽ അങ്ങനെ, എങ്ങനെയായാലും ഇറാൻ പ്രസിഡന്റ് ഇന്ന് അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വിമാനാപകടത്തിൽ പൂർണ്ണമായിട്ടും ഏകദേശം 9ഓളം പേരാണ് തോന്നുന്നു കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത പ്രസിദ്ധീകരിച്ച് നമ്മളെല്ലാവരും കണ്ടു. ഉച്ചയ്ക്ക് ശേഷമാണ് അത് കൺഫേം ചെയ്തത്. വിമാനത്തിലുണ്ടായിരുന്ന, ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന പൂർണ്ണമായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടു. ഇറാനിയൻ വനിതകൾക്ക് കൊല്ലപ്പെട്ടു എന്ന പദം പ്രയോഗിക്കരുത്, മരിച്ചു. മരിച്ചു. സ്വർഗം ഹൂറികളെ തേടിപ്പോയി. 72 ഹൂറികളെയും അതല്ലെങ്കിൽ മദ്യപ്പുഴയും ഈ പറയുന്ന എന്തൊക്കെയാണോ ഈ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്, ആ ചങ്ങാതി ഒരുക്കി വെച്ചിരിക്കുന്ന അവിടത്തേക്ക് അദ്ദേഹം അത് നേടാനായി കുതിച്ചുയർന്നു. അതും ചിറകുള്ള ബുറാക്കിൽ തന്നെയാവട്ടെ, അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഭാരതത്തിന്റെ ആ ഒരു നയതന്ത്രം, വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഭാരതത്തിന് ഈ അടുത്ത നാളിൽ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഒരു തുറമുഖം നമുക്ക് റെന്റിന് വാടകയ്ക്ക് വിട്ടുതരുന്ന രീതിയിലൊക്കെ എത്രയോ വർഷങ്ങൾക്ക് കിട്ടിയിരുന്നു. അങ്ങനെ കരാറിലൊക്കെ ഏർപ്പെട്ടു. അതുകൊണ്ട് നയതന്ത്രപരമായി ഭാരതത്തിന് ഈ ചങ്ങാതിയിൽ നിന്ന് വലിയ ദോഷമൊന്നും നേരിട്ടിട്ടില്ല. പക്ഷെ നമ്മളിവിടെ കൃത്യമായിട്ടും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, ആ നാട്ടിൽ ശരിയാ നിയമപ്രകാരം ഭരിക്കുന്ന ഇസ്ലാമിക രാജ്യം മാത്രമല്ല, ആ രാജ്യത്തിന്റെ പിന്തുണയോടുകൂടി എത്രയോ മറ്റ് രാജ്യങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ ഞങ്ങളുടെ മലപ്പുറം ഭാഷയിലൊക്കെ പറയും പുളിച്ചീമ കയറ്റുക എന്ന് പറയും, എരി കയറ്റുക എന്ന് പറയും. ഈ എരി കയറ്റി വിട്ടുകൊണ്ട് മറ്റൊട്ടേറെ രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി എരി കയറ്റുന്ന ഈ രാജ്യത്തിന്റെ ആ പ്രത്യേകത കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ഇറാനിയൻ വനിതകൾക്ക് നീതി കിട്ടി എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വിഭാഗം ആളുകൾ ആഘോഷിക്കുന്നത്. ചിരിയും അതല്ലെങ്കിൽ സിംബലുകളൊക്കെ ഇട്ടുകൊണ്ട്, ലവ് സിംബലുകളൊക്കെ ഇട്ടുകൊണ്ട് ഈ മരണം ആഘോഷിക്കുന്നുണ്ട്. കാരണം നമ്മളത് എടുത്തു പറയേണ്ടത്, ഭാരതത്തിന്റെ സംയുക്ത സൈനിക മേധാവി ഇതേപോലെ അപകടത്തിൽ കൊല്ലപ്പെട്ട സമയത്ത് ആ കൊല്ലപ്പെട്ട വാർത്തയ്ക്ക് താഴെ സ്മൈലി ഇട്ട് ചിരിച്ച ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്ന് നക്കി ജീവിക്കുന്ന പുഴുക്കളുണ്ടല്ലോ, അമേധ്യത്തിന് തുല്യമായിട്ടുള്ള, അതല്ലെങ്കിൽ തന്റെ വീട്ടുകാരെ പോലും അമ്മയെയും മകളെയും അതല്ലെങ്കിൽ സഹോദരിയെയും കൂട്ടിക്കൊടുക്കുന്ന ആ വർഗത്തിന്റെ ആ ചിരിയുണ്ടല്ലോ, ആ ചിരിക്ക് ബദലായി തന്നെ എനിക്ക് ഇന്ന് ചിരിയോടെ തന്നെയാണ് ഞാൻ ആ വാർത്ത ശ്രവിച്ചത്. അത് ഇവർക്കുള്ളൊരു മറുപടി കൂടിയാണ്. പക്ഷെ ആസ് എ ഭാരതീയൻ, ആസ് എ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരു നഷ്ടം തന്നെയാണെന്ന് പറയാം. എങ്ങനെയാണ് ടീച്ചറെ? സ്വാഗതം ഏക്കിക്കോളൂ. എങ്ങനെയാണ് ഇതിലേക്ക് കടക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയോട് നിലവില് പിന്നെ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. തന്നെയുമല്ല, ഈ അവസാന സമയത്ത് ഇന്ത്യയുമായിട്ട് നല്ല രൂപത്തിലുള്ള നയതന്ത്ര ബന്ധം സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഞാൻ മറന്നുപോകും, അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. പൈസു പറഞ്ഞല്ലോ, ഇപ്പോ ഇന്ത്യൻ സൈനിക മേധാവി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സമയത്ത് ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിമർശിക്കാൻ കാരണം. അല്ലാതെ പ്രത്യേകിച്ച് ഏതു വിഷയം എവിടെ സംഭവിച്ചാലും മുസ്ലിങ്ങളെയോ ഇസ്ലാമിനെയോ ചൊറിയണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല. പക്ഷെ ഇവരുടെ ചില രീതികൾ നോക്കണം. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഈ രാജ്യത്തിന്റെ എല്ലാ മതേതരത്വവും സ്വാതന്ത്ര്യവും എമ്പാടും അനുഭവിച്ചിരിക്കുന്ന ഇവര് മുസ്ലിങ്ങളാണെന്ന് കരുതി ഇവര് പാകിസ്ഥാനികളൊന്നും അല്ലല്ലോ. എന്നാ പിന്നെ ഇവര് പാകിസ്ഥാനിലേക്കാണ് പോകേണ്ടത്. ആ ഇന്ത്യക്ക് വേണ്ടി അവരൊക്കെ അവിടെ അതിർത്തി കാത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ കിടന്ന് പൊളയ്ക്കുന്നത്. ആ ഇന്ത്യൻ സൈനിക മേധാവി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം വിഭാഗത്തിലെ ഒട്ടനവധി ആളുകളും സ്മൈലിയിട്ട് ആഘോഷിക്കുന്നു, പരിഹസിക്കുന്നു. ഒന്ന് ആലോചിക്കണം, ഈ രാജ്യത്തോട് ഇവർക്കുള്ള കൂറെന്താണ്? ഇറാനിലും പാകിസ്ഥാനിലും സിറിയയിലും ഒക്കെ കിടക്കുന്ന ആളുകള് ഇവിടത്തെ മുസ്ലിങ്ങളുടെ വാപ്പയും ഉമ്മയും ഉമ്മുമ്മായും ഉപ്പുപ്പായും ഒക്കെയാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി മൊത്തം ആളുകളും കരയുന്നത്. തുർക്കിയിലെ അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കി അബ്ദുൽ മജീദിനെ, അതുമായിട്ട് ബന്ധപ്പെട്ട 1921 കലാപം. ഇപ്പൊ ഇബ്രാഹിം റൈസിക്ക് വേണ്ടി വലിയ ഒരു വിഭാഗം ആളുകള് അദ്ദേഹത്തിന്റെ സ്വർഗത്തിനു വേണ്ടിയും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു രക്തസാക്ഷിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആരും കൊന്നതല്ല. മീഡിയ വൺ മാത്രമാണ് പറയുന്നത് ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന്. മരിച്ചു, അതാണ് സത്യം. കാരണം ആരും കൊന്നതല്ല. ഇപ്പൊ മൊസാദാണ് പണി കൊടുത്തത് എന്ന് വേണമെങ്കിൽ ഇവർക്ക് പറയാം, കുഴപ്പമൊന്നുമില്ല. ഇസ്രായേൽ കൊടുത്ത പണിയാണെന്നൊക്കെ പറയാം. ഇപ്പൊ ബുച്ചർ ഓഫ് ടെഹ്റാൻ, അതല്ലെങ്കിൽ ടെഹ്റാനിലെ അറബുകാരൻ എന്നാണ്
ഈ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അറിയപ്പെട്ടിരുന്നത് തന്നെ ഇറാനില്, നമ്മുടെ രാജ്യത്തൊന്നും അല്ല. നമ്മുടെ രാജ്യത്തോട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതൊരു പക്ഷെ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടായേക്കാം. അതല്ലെങ്കിൽ ഇബ്രാഹിം റൈസി കയറി ഒന്ന് ചൊറിഞ്ഞേനെ. അതുകൊണ്ട് നെഞ്ചളവുള്ള ആളിരുന്നാൽ അതൊന്നും നടക്കില്ലല്ലോ. തന്നെയുമല്ല, ഇന്ത്യയെ ചൊറിഞ്ഞാൽ ഇപ്പൊ ഏത് രൂപത്തിലാണ് പണി കിട്ടുന്നത് എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോ ഇബ്രാഹിം റൈസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നു. ഇതാണ് ആദ്യത്തെ റിപ്പോർട്ടുകൾ വന്നത്. പക്ഷെ 100% വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഇവരെ കോർത്തത് ഇസ്രായേലിനോടാണ്, ലോകോത്തര ചാരസംഘടനയായ മൊസാദിന്റെ ആളുകളോടാണ് കോർത്തത്. ഒരു പക്ഷേ അങ്ങനെയും ആകാം. ഇനി താത്വികമായി ഇതിനെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ഇറാൻ പാകിസ്ഥാൻ അനുകൂലമായിരുന്നു എന്നത് നമുക്കറിയാം. ഇന്ത്യക്കെതിരെ എന്ത് ചെയ്യാനും പാകിസ്ഥാൻ ഇറാന്റെ സഹായമാണ് തേടിയിരുന്നത്. പിന്നെ ചൈനയുടെ നമുക്കറിയാമത്. പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള ഇറാന്റെ ബന്ധം വെച്ച് നോക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റിന്റെ വേർപാടില് നമുക്ക് വേണമെങ്കിൽ ഒരു അനുശോചനമൊക്കെ രേഖപ്പെടുത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ മരണം ഒരാളെയും വിശുദ്ധനാക്കില്ല. ഇന്ത്യയുമായിട്ട് എന്നും നല്ല ബന്ധം സൂക്ഷിച്ചിട്ടുണ്ട് ഇറാൻ. അത് ഇന്ത്യയെ അടുത്തറിയുന്നത് കൊണ്ടാണ്. അതല്ലാതെ ഇവരുടെ ഉള്ളിലുള്ള മതേതരത്വം കൊണ്ടൊന്നുമല്ല. ഈയിടെയാണ് ചൈന ഭയങ്കരമായ പ്രഷർ ചാർത്തുന്നു ഇറാന് ഇന്ത്യയുമായിട്ട് യോജിക്കാതിരിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് പോലും ആ പ്രഷറിനെ നിസാരമായി കണ്ടിട്ടാണ് തന്ത്രപ്രധാനമായ പോർട്ട് 10 വർഷത്തേക്ക് നടത്താൻ ഇന്ത്യക്ക് നൽകിയത്. വാണിജ്യപരമായും പ്രതിരോധപരമായും ഇന്ത്യക്ക് ഒരുപാട് സഹായകരമായിരുന്ന ഒരു നീക്കമായിരുന്നു അത്. അങ്ങനെ പക്ഷെ ഇന്ത്യയും ഒരുപാടൊക്കെ ഇറാനോട് അങ്ങോട്ടും ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ അതും പറയണം. അപ്പോ എന്തായിരുന്നാലും ഇറാൻ ഭാരതത്തിന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമാണ്. നമ്മുടെ അയൽക്കാര് കുറച്ചെന്തെങ്കിലും പ്രശ്നക്കാരാണെങ്കിലും നമ്മുടെ അകലെ കിടക്കുന്ന ബന്ധുവിനേക്കാൾ ഒരുപക്ഷെ അടുത്ത് കിടക്കുന്ന ശത്രുവായിരിക്കും ഓടിയെത്തുന്നത് എന്ന രൂപത്തിൽ ഇറാൻ ഭാരതത്തിന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമായതുകൊണ്ട് അവർക്കൊരു ആപത്ത് സംഭവിക്കുമ്പോൾ നമുക്ക് അതിനോടൊപ്പം നിൽക്കാം എന്ന് കരുതി ഇബ്രാഹിം റൈസി 916 ആണെന്നൊന്നും പറയുന്നതിനോട് യോജിപ്പില്ല. നമ്മുടെ മധ്യ പൂർവേഷ്യയിലൂടെ സാമ്പത്തിക വളർച്ചയുടെ കവാടമായിട്ടാണ് അമേരിക്കയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് 10 വർഷത്തേക്ക് ചാബഹാർ തുറമുഖം കരാറില് ഇറാനുമായിട്ട് ഏർപ്പെട്ടതിലൂടെ ഈ രാജ്യം ലക്ഷ്യം വെച്ചത് തന്നെ നല്ല ഒരു കാര്യം തന്നെയാണ്. അതിനോടൊക്കെ നമ്മൾ യോജിക്കുന്നുണ്ട്. നല്ലത് ആര് ചെയ്താലും നല്ലത് എന്ന് തന്നെ പറയും. ചീത്തയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിമർശിക്കുകയും ചെയ്യും. ഇത് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് നമ്മുടെ ഇറാൻ പ്രസിഡന്റ് 5 നേരം നമസ്കരിക്കുന്ന ആളാണ്. എപ്പോഴും അദ്ദേഹം കയറി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഖുർആൻ ഉണ്ടാകും. അതുകൊണ്ട് മാത്രം അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടപ്പോഴ് പിന്നെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് പൊട്ടന്മാര് കരഞ്ഞു മെഴുകുന്നുണ്ട്. അവര് എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല. ഒരു പക്ഷേ 5 നേരം നമസ്കരിക്കുന്ന നമ്മുടെ കൗമിൽ ഒരുത്തൻ കൊല്ലപ്പെട്ടു. ഒരു പക്ഷേ പാകിസ്ഥാനിലെ നവാസ് ഷെരീഫ് കൊല്ലപ്പെട്ടാലും ഇവരിങ്ങനെ തന്നെ ആയിരിക്കും. വേറൊരു കാര്യം കൂടെ നമ്മൾ അറിയണം. സദ്ദാം ഹുസൈന് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിച്ച ആളുകളാ കേരളക്കരയിലുള്ള ആളുകള്. സദ്ദാം ഹുസൈൻ എന്താണ് ഈ രാജ്യത്തോട് ചെയ്തത്? യാസർ അറഫാത്തിന് വേണ്ടി ഇന്നും കരഞ്ഞു മെഴുകുന്ന ആളുകളാണുള്ളത്. എത്രയോ രാജ്യങ്ങൾ തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ച യാസർ അറഫാത്തിനെ കൊണ്ടുവന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ആൾക്കാരാണ് ഇന്ദിരാഗാന്ധിയും അതുപോലെ രാജീവ് ഗാന്ധിയും ഒക്കെ. അവരൊക്കെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ എങ്ങനെ വളർത്താം, അവർക്ക് മുസ്ലിം പൈതൃകമുണ്ട്. അവരെന്തുകൊണ്ടാണ് മുസ്ലിം തീവ്രവാദത്തെ നന്നാക്കാൻ ശ്രമിച്ചതെന്നും നമുക്കറിയാം നന്നായിട്ട്. ഒരു പക്ഷേ ഈ രാജ്യത്തെ തീരെഴുതി കൊടുക്കാൻ പോലും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നിൽക്കുമായിരുന്നു എന്നും ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറാൻ ഒരു സമ്പൂർണ്ണ ഷിയ വിഭാഗത്തിൽപ്പെട്ട ഒരു രാജ്യമാണ്. നമ്മുടെ നാട്ടില് സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, ഖാദിയാൻ അങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഷിയാക്കൾ വളരെ കുറവാണ്. ഈ ഷിയാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആയിഷ എന്ന് കേട്ടാൽ, മുഹമ്മദിന്റെ ഭാര്യയായ ആയിഷ എന്ന് കേട്ടാൽ അവര് ലഅനത്തുല്ലാഹി അലൈഹ എന്നാ പറയുക. അവളെ അള്ളാഹു ശപിക്കട്ടെ എന്ന്. ഇഷ്ടമല്ല, ഒരു ദുർനടപ്പുകാരിയായിട്ടാണ് ആയിഷയെ ഈ ഷിയാക്കൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഷിയാക്കളോട് ഇവർക്ക് ഇത്രയധികം വെറുപ്പും. പിന്നെ ഈ ബാങ്ക് വിളി ഉണ്ടല്ലോ പള്ളിയിലൊക്കെ കേൾക്കുന്ന അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അവര് അലി എന്നാ പറയാ മുഹമ്മദിന് പകരം. അവർക്ക് മുഹമ്മദിനെ ഇഷ്ടമല്ല. അവർക്ക് അലി, മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവായ അലിയെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് ഷിയാക്കൾ. സമ്പൂർണമായിട്ടും ഷിയ ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇറാൻ. നമ്മുടെ സുഹൃത്ത് രാജ്യം തന്നെയാണ്. പിന്നെ ഈ ചാബഹാർ തുറമുഖം വിട്ടു തന്നതോടുകൂടി തന്നെ റഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെയുള്ള കച്ചവടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്
ഇറാൻ തുറന്നു കൊടുത്തത്. അത് ചൈനയ്ക്കുള്ള ഒരു മറുപടിയുമാണ്. അതോടുകൂടി ചൈനയും ഇറാനും തമ്മിൽ നല്ല കലിപ്പിലാകുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഇറാൻ മുന്നിൽ കണ്ടത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കരാറ് ഇന്ത്യയുമായിട്ട് ചെയ്ത ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ നമ്മൾ അതിനകത്ത് അനുശോചനം പ്രകടിപ്പിക്കുന്നു. പക്ഷേ അപകടകാരിയായ അറവുകാരൻ എന്ന് ഇറാൻ മുദ്ര കുത്തിയ ഒരു മനുഷ്യൻ ഒരിക്കലും 916 ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വാദിക്കാതിരുന്നാൽ മതി. ഇറാൻ ഒരിക്കലും ഇന്ത്യയുടെ ഇസ്ലാമിക ഭീകരതയെ പിന്തുണച്ചതായിട്ട് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇറാൻ പോലും തന്റെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ പിടിച്ചു തൂക്കിലേറ്റാറായിരുന്നു പതിവ്. അതുകൊണ്ട് ഇന്ത്യക്കകത്തിരുന്നിട്ട് ഇന്ത്യക്കെതിരെ ഭീകരവാദം ചെയ്യുന്നതിനെ ഒന്നും ഇറാൻ പിന്തുണച്ചിട്ടില്ല. പക്ഷെ ആഗോള തീവ്രവാദത്തിന്റെ ഹബ്ബായിട്ട് പ്രവർത്തിക്കുമ്പോഴും ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാൻ ആരെയും ക്രിയേറ്റ് ചെയ്യാനൊന്നും ഇറാൻ ശ്രമിച്ചിട്ടില്ല, പ്രോത്സാഹിപ്പിക്കാനും ശ്രമിച്ചിട്ടില്ല. പക്ഷെ അതിനൊക്കെ നമ്മുടെ എർദോഗാൻ എല്ലാ കാലഘട്ടത്തിലും പാകിസ്ഥാൻ ഒപ്പം നിന്നിട്ട് ഇന്ത്യയെ തകർക്കാൻ വേണ്ടുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇറാൻ പ്രത്യേകിച്ച് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഭീകരർക്ക് ആയുധങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് സമാധാനിക്കാം. ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്ന രൂപത്തിൽ, നമ്മുടെ രാജ്യത്തെ ഭീകരവാദത്തെയും തീവ്രവാദികളെയും വളർത്തുന്ന രൂപത്തിൽ ഒന്നും തൽക്കാലം ഇബ്രാഹിം റൈസി ചെയ്തിട്ടില്ല എന്ന് നമുക്ക് സമാധാനിക്കാം. അവര് അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പോരാളികൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം. പാകിസ്ഥാന് അതുപോലെ ആവശ്യത്തിന് പണിയും കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് വാരി കൊടുക്കും വായില്, മറുഭാഗത്ത് പുറംതലയ്ക്ക് തട്ടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇറാൻ എപ്പോഴും പാകിസ്ഥാനോട് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇത് ഇവരുടെ ബേസ് ആണ്, രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ചെയ്തത്. എന്തായിരുന്നാലും ഇറാനും ഇസ്രയേലും തമ്മിൽ നമുക്കറിയാം, ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ തന്നെ ഇറാനാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, എന്നോ അവസാനിക്കേണ്ടതുമായിരുന്നു. പക്ഷേ മൂട്ടിക്കൊടുത്ത് കഴുകന്മാരെ പോലെ രക്തം കുടിക്കാൻ വേണ്ടി ഇവരെ തമ്മിലടുപ്പിച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു ഈ ഇബ്രാഹിം റൈസിയും ടീമും. അതുകൊണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ രൂപത്തിൽ ഒരു ശത്രുത വളർന്നു വരുന്നുണ്ട്. ഒരു പക്ഷേ നെതന്യാഹുവിന് തിരിച്ചടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഹമാസ് അവിടെ നിൽക്കട്ടെ, ആദ്യം ഇറാനെ തന്നെ തകർക്കാനേ ശ്രമിക്കൂ. കാരണം നഖത്തിന്റെ ഇടയിൽ തീവ്രവാദം കൊണ്ട് നടക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് അത് അവര് തമ്മിൽ തന്നെ തീർത്തോളും, പ്രശ്നമൊന്നുമില്ല. മൊസാദ് ഉണ്ട്, അതുപോലെ IDF ഉണ്ട്. ഇസ്രായേൽ വളരെ പ്രബല രാജ്യമാണ്. ഇസ്രായേലിന്റെ സൈനികർ ബലവത്തായവരാണ്. അവർ വളരെ ബുദ്ധികൂർമ്മതയിൽ പ്രവർത്തിക്കുന്നവരാണ്. നല്ല ഒരു ലീഡർ ഉണ്ട് അവർക്ക്. അവരിൽ ഓരോ സൈനികർക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അവർക്ക് യഥേഷ്ടം വേണ്ടുന്ന സ്വാതന്ത്ര്യം നെതന്യാഹു നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ഓർഡറിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട, അവർക്ക് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇറാനെ ഏത് രൂപത്തിലാണ് തുരത്തേണ്ടത് എന്ന് ഇസ്രായേലിന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഏത് പ്രശ്നവും ഒരിക്കലും ഇന്ത്യക്കാരെ ബാധിക്കുന്ന വിഷയമല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയവുമല്ല. പക്ഷെ എന്നാലും എന്തിനായിരിക്കും ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇറാന്റെ പരമോന്നത നേതാവ് മരണപ്പെട്ടപ്പോൾ ഭയങ്കരമായി ദുഃഖം പ്രകടിപ്പിക്കുന്നു, അവര് കരഞ്ഞു മെഴുകുന്നു, അദ്ദേഹത്തിന് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് അതിന്റെ കൂടെ ഇസ്രായേലിനെ അങ്ങേയറ്റം പറയാനും ഇവർ മടിക്കുന്നില്ല. ഈ ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, ഒരുപാട് സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. നമുക്കറിയാം അസർബൈജാൻ അർമീനിയ യുദ്ധം, റിപ്പബ്ലിക് ഓഫ് ആർട്ടസാക്ക് എന്നാണ് അതിനെ പറയുന്നത്. തുർക്കി, ഇറാൻ, ഇസ്രായേൽ ഒക്കെ അസർബൈജാൻ പക്ഷത്താണ് നിന്നത്. തുർക്കിയോടൊപ്പം തന്നെ നിന്നു ഇറാൻ, ഇറാനോടൊപ്പം തന്നെ നിന്നു ഇസ്രായേലും. ഒരു പ്രശ്നം വന്നാൽ അതുകൊണ്ടാണ് ഇന്ത്യ എപ്പോഴും ഇസ്രായേലിനോട് അനുഭാവം പ്രകടിപ്പിച്ച് നിൽക്കുന്നത്. കാരണം ഉയിര് പോയാലും ചതിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ. ജൂതന്മാരാണ്, അവർക്ക് ഇരിക്കുന്ന കൊമ്പിലല്ല വിശ്വാസം, അതെത്ര ഉണങ്ങിയ കൊമ്പാണെങ്കിലും ശരി, അവരുടെ ചിറകിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇസ്രായേൽ. അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് തുർക്കിയും ഇറാനും ഒരുമിച്ച് നിന്നപ്പോൾ ഇസ്രായേലും അസർബൈജാനോടൊപ്പം തന്നെ നിന്നു. തുർക്കിയുടെയും ഇസ്രായേലിന്റെയും ഡ്രോണുകൾ ഒരുമിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്, നമുക്കറിയാം, വളരെ വ്യക്തമായിട്ടും അറിയാം. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങള് ആവശ്യാനുസരണം മാറും മറിയും. ഇസ്രായേലും ചൈനയും തമ്മിൽ രഹസ്യമായിട്ടൊരു ബന്ധമുണ്ട്, അത് എത്ര പേർക്കറിയാം? ഇപ്പോഴും ഇസ്രായേലും ചൈനയും തമ്മിൽ അടിയും വഴക്കുമാണ് എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുകയും
ആഘോഷിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് ഒരു വീഴ്ച വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളോടൊപ്പം ആര് നിൽക്കുന്നോ അവരോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് ഇന്ത്യക്ക് ഇത്രയധികം അനുഭാവമുള്ളത്? ചൈനയുമായിട്ടുള്ള പ്രശ്നം, ആയുധം നൽകാൻ ഒരു രാജ്യവും തയ്യാറാകാതെ നിന്ന സമയത്ത് ഇസ്രയേൽ പറയുന്നു ആയുധം ഞങ്ങൾ നൽകാം, ഞങ്ങൾ പിന്തുണ നൽകാം. അപ്പോഴും ഇന്ത്യ അവരോട് വെക്കുന്ന കരാർ, നിങ്ങൾ ആയുധവുമായി പുറപ്പെട്ടോ, പക്ഷെ ഇന്ത്യയുടെ പതാക വെക്കരുത്, അല്ല ഇസ്രായേലിന്റെ പതാക വെക്കരുത്. ആലോചിക്കണം. നിങ്ങൾ സഹായിച്ചോ, പക്ഷെ നിങ്ങളാണ് സഹായിക്കുന്നത് എന്ന് ആരും അറിയണ്ട. ഇപ്പോ ഇറാനിയൻ പ്രസിഡന്റിന്റെ കാണാതായ ഒരു ഹെലികോപ്റ്റർ, അതിനകത്ത് എല്ലാവരും മരിച്ചു. ഇപ്പോഴാണ് കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങളൊക്കെ ലഭിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ ഇബ്രാഹിം റൈസിയുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും ഒരു കഷ്ണം കിട്ടിയിട്ടില്ല. ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന് പറയുമോ മുസ്ലിങ്ങള്? അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു വണ്ടി വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് ചകിരിച്ചാറുകൾ വന്നിട്ട്, അഞ്ചാരി ചകിരി, അയാളൊക്കെ വന്നിട്ട് പറഞ്ഞു അള്ളാഹു നൽകിയ ശിക്ഷയാണെന്ന്. അല്ലടാ, 5 നേരം നമസ്കരിക്കുകയും എപ്പോഴും ഒരു കയ്യിൽ ഖുർആനും പൊക്കിപ്പിടിച്ച് നടക്കുകയും ചെയ്യുന്ന ഇബ്രാഹിം റൈസി മരണപ്പെട്ടു ഹെലികോപ്റ്ററിൽ. ഒരു കഷ്ണം പോലും ലഭിച്ചില്ല. അതിനകത്ത് നമ്മള് അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, എന്തിനായിരിക്കും അള്ളാഹു അവരെ ഇങ്ങനെ ശിക്ഷിച്ചത്? ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ആളുകൾ മൊത്തം മുറിയന്മാരാണല്ലോ. അവരൊക്കെ നാളെ മരിക്കും, സ്വർഗമുണ്ട്, പരലോകമുണ്ട്, വിചാരണയുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവര് തന്നെയല്ലേ. അവരൊക്കെ മരിച്ചു പോയല്ലോ. അപ്പോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞ്, അതായത് അള്ളാഹുവിനെ വിമർശിക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് വരുമ്പോൾ അത് അള്ളാഹു തന്ന ശിക്ഷയും, മറ്റവർക്ക് വരുമ്പോൾ പരീക്ഷണവും. ഇനി ആ പരിപ്പൊന്നും ഈ ചട്ടിയിൽ വേവത്തില്ല കേട്ടോ, ഇരിക്കട്ടെ. ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹവും. അതുപോലെ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുള്ള, തബരീസ് എന്ന് പറയുന്ന ഒരു പള്ളി ഇമാമ്, അസർബൈജാൻ കിഴക്കൻ പ്രൊവിൻസ് ഗവർണർ മാലിക് റഹ്മത്ത്, അതുപോലെ പൈലറ്റ് ഉണ്ട്, കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു പൈലറ്റ് ഉണ്ട്, ചീഫ് ക്രൂസ് സെക്യൂരിറ്റി ചീഫ് ഉണ്ട്, പേഴ്സണൽ ആയിട്ടുള്ള ബോഡി ഗാർഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ. ഇവരിലാരും ജൂതന്മാരില്ല, ഇവരിലാരും ബഹുദൈവ വിശ്വാസികളില്ല. ഇറാൻ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക് രാജ്യമാണ്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആണ്. അപ്പോ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് അള്ളാഹു അങ്ങ് കൊണ്ടുപോയി. ഇതിനെക്കുറിച്ച് ഉസ്താദുമാരാരെങ്കിലും പറയുമോ? ഇപ്പോഴും ഇറാന്റെ ഈ നേതാവിന്, ഈ പ്രസിഡന്റിന് ഇവരൊക്കെ അള്ളാഹുവിനോട് മർഹമത്തും മഹ്ഫിറത്തും, അതായത് പാപമോചനവും കാരുണ്യത്തിനും തേടിക്കൊണ്ടിരിക്കുക. ഇറാൻ സുന്നി രാജ്യമല്ലല്ലോ, ഷിയ രാജ്യമല്ലേ. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാര് മുജാഹിദുകളെ അംഗീകരിക്കുന്നില്ല, മുജാഹിദുകൾ സുന്നികളെ അംഗീകരിക്കുന്നില്ല. പിന്നെ ഇവർക്ക് എങ്ങനെയാ ഷിയാക്കളെ അംഗീകരിക്കാൻ കഴിയുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, ഇസ്രായേലിനോടുള്ള വെറുപ്പ്, ഇന്ത്യയോടുള്ള വെറുപ്പ്. അതുകൊണ്ടാണ് അടുത്തിടെ ഇസ്രായേലിനെതിരെ ഭയങ്കരമായ ഒരു ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അസർബൈജാനും ഇസ്രായേലും ഒക്കെ ആയിട്ട് നല്ല സൗഹൃദമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒന്നാണല്ലോ അസർബൈജാൻ. എന്നിട്ടും ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നു, ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു. ഇവിടെയുള്ളവർ സന്തോഷിക്കാൻ കാരണം എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ, കൊല്ലപ്പെടുന്നത് ജൂതന്മാരാണ്. കൊല്ലുന്നതാരാ? മുറിയന്മാര്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ, വേറെ ആരെങ്കിലും ചെയ്താൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല. എന്തായിരുന്നാലും ഇന്ത്യയുമായിട്ട് ഒരു തരത്തിലും കോർക്കാത്തത് കൊണ്ടും, ഇന്ത്യയിലെ ഈ പോപ്പുലർ ഫ്രണ്ട് SDPI ഭീകരരെ ഒരു രൂപത്തിലും അംഗീകരിക്കാത്തത് കൊണ്ടും ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മൃഗതുല്യനായ, അപകടകാരിയായ ആ അറവുകാരൻ എന്ന് ഇറാൻ ജനത ഒന്നടങ്കം ഉച്ചത്തിൽ വിളിച്ചു കൂവിയത് വെറുതെ ആയിരുന്നില്ല. പൂർണ്ണ നഗ്നരായി മഹ്സ അമിനിയുടെ ചോരയ്ക്ക് നീതി കിട്ടുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ച, ഇന്നലെ പ്രസവിച്ച സ്ത്രീകൾ വരെ ഉണ്ടായിരുന്നു. അതിൽ 16, 15, 17 വയസ്സുള്ള മക്കളെ വരെ ജയിലിനകത്ത് കൂട്ടിയിട്ട് കത്തിച്ചു കൊന്ന അപകടകാരിയായ ഈ അറവുകാരന്റെ മരണത്തോടെ തന്നെ അയാൾ ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കരുത്. അതിനോട് യോജിപ്പില്ല. ഈ ഭാരതത്തോട്, ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നവർ ഞങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേലാണ്. ആ രാജ്യത്തോട് കൂറില്ലാത്ത ഈ ജന്തുക്കൾ ഈ പറയുന്ന ഇബ്രാഹിം റൈസിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ ടീച്ചർ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്. പാർലമെന്റ് ആക്രമണ കേസിലെ ആ ചങ്ങാതി ഉണ്ടല്ലോ, അഫ്സൽ ഗുരു,
അഫ്സൽ ഗുരുവിനൊക്കെ വേണ്ടി ഇവിടെ കണ്ണീരൊഴുക്കിയ, ഇനിയിപ്പോ കണ്ണീരൊഴുക്കാൻ പോകുന്നത് നമ്മുടെ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടിയിട്ടായിരിക്കും. കൊടും ഭീകരനായിട്ടുള്ള അയാൾ ചത്തുമലയ്ക്കുന്ന സമയത്ത്, അങ്ങനെ തന്നെ പറയേണ്ടത് ചത്തുമലയ്ക്കുന്നത്. കാരണം നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആ ബോംബ് സ്ഫോടനത്തിന് പിറകിൽ പ്രവർത്തിച്ചു എന്ന രീതിയിൽ തന്നെ വിചാരണ തടവുകാരനായി ഇന്നിപ്പോ ചാവാനായിരിക്കുന്ന ആ ഭീകരവാദിക്ക് വേണ്ടിയിട്ട് ഇവിടെ മോങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇടതും വലതും പിന്തുണച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അയാളുമായി വേദി പങ്കിട്ട ചരിത്രമൊന്നും ആരും മറന്നുകൂടാ. എന്തായാലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അത്ര കണ്ട് നിഷ്ഠൂരമായി ആക്രമിക്കാൻ വേണ്ടി വെള്ളവും വെളിച്ചവും വളവും നൽകിയിട്ടുള്ള ഈ പറയുന്ന ഇബ്രാഹിം റൈസി ചത്തുമലച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണ്ട്, ഏറ്റവും വലിയ വിഷമൻ ടീച്ചറെ, ഇദ്ദേഹം ഇരുമ്പ് ചെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ കിട്ടുന്ന വലിയ റിപ്പോർട്ട്. ഇയാളും 9ഓളം പേരാണ് ടോട്ടൽ വരുന്നത്. ഈ 9ഓളം പേരും ഇരുമ്പ് ചെട്ടി എടുക്കാൻ മറന്നിരുന്നു എന്നുള്ളൊരു വാർത്ത ട്രോളുകാർ പുറത്തു വിടുന്ന ഒരു വാർത്തയുണ്ട്. ഇനി 72 ഹൂറികളും അവിടെ അടുത്തേക്ക് രമിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് തുടുത്ത മാറിടങ്ങളും തുടുത്ത തുടയും തടിച്ച ഈ നിതംബവും ഒക്കെയുള്ള ഈ മാറിടങ്ങളൊക്കെയുള്ള ഈ സാധനങ്ങൾ 72 എണ്ണത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം രമിക്കുക എന്നുള്ളത്, അത് വിശ്വസിച്ച് ഇവിടെ ബോംബ് പൊട്ടാനും അന്യമതസ്ഥനെ കൊല്ലാനും നിരപരാധികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനും വേണ്ടി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ജിഹാദികളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇനി മറ്റൊന്ന് പറയേണ്ടത് വിശ്വാസവും അവിശ്വാസവുമാണ്. വിശ്വാസിയും അവിശ്വാസിയുമാണ്. അത്തരത്തിൽ ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് തന്നെ പറയാം, ദൈവം ഉണ്ടെങ്കിൽ ഇനി ഇല്ലെങ്കിൽ നരകവും സ്വർഗവും എവിടെയെന്ന് ചോദിച്ചാൽ അത് ഭൂമിയിൽ തന്നെ മനുഷ്യൻ ചെയ്തു തീർക്കേണ്ട, അനുഭവിച്ചു തീർക്കേണ്ട ഒന്ന് തന്നെയാണ്. ഈ ചങ്ങാതി, ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന കൊടും ഭീകരൻ ആയിരക്കണക്കിന് അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വനിതകളെ ജീവനോടെ ചുട്ടരിച്ച് കൊന്ന ഈ കൊടും ഭീകരന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന നിങ്ങൾ ചിന്തിക്കുക, നിന്റെയൊക്കെ ഭാര്യയും നിന്റെയൊക്കെ മകളും നിന്റെയൊക്കെ ഉമ്മയുമായിരുന്നു ആ ഇറാനിൽ സമരം നടത്തിയ മുസ്ലിം വനിതകൾക്ക് ബദൽ, ഇറാനിയൻ വനിതകൾക്ക് ബദൽ നിന്റെയൊക്കെ ബാക്കിയായിരുന്നെങ്കിൽ നീയൊക്കെ ഈ ദുഷ്ടന് വേണ്ടി കണ്ണീരൊഴുക്കുമായിരുന്നു. ഭാരതത്തിന്റെ സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ട സമയത്ത് അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നില്ല, അദ്ദേഹം BJP കാരനായിരുന്നില്ല, അദ്ദേഹം RSS കാരനായിരുന്നില്ല. എന്നിട്ടും നീ എന്തുകൊണ്ട് ചിരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പരസ്യം നൽകിക്കൊണ്ട് ഞങ്ങൾ സമാധാനത്തിന്റെ മതം, ഞാൻ അറിയാണ്ട് പറഞ്ഞതാണ്, കൊതമല്ലേ മതമാണ്, സമാധാനത്തിന്റെ മതം എന്ന് പരസ്യം നൽകി ലോകത്തിന് മുൻപിൽ ഇളിച്ചു കാട്ടേണ്ട അവസ്ഥ ആരാണ് നിനക്ക് വരുത്തിയത്? ഈ പറയുന്ന കിതാബ് തന്നെയാണ്. അതിനെ ജയ് ശ്രീറാം എന്നുള്ളതിനെ ജയ് ത്രൂറാം എന്ന് പറയാറുണ്ട് ഈ പറയുന്ന വർഗം. ഈ ജയ് തൂറാം എന്ന് വിളിക്കുന്നതിന് ബദലായി ഈ പറയുന്ന ശ്രീരാമന്റെ ഭക്തരായിട്ടുള്ള ആളുകൾ പറയാറുണ്ട് ജയ് തൂറാൻ എന്ന് പറയാറുണ്ട്. ഇനിയിപ്പോ അവർ പറയുന്ന ആ വാക്കെടുക്കുകയാണെങ്കിൽ ഈ മാരകമായിട്ടുള്ള ഈ കിതാബിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടത്തെ എന്റെ രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ടപ്പോൾ നീ ഇളിച്ചു കാണിച്ചതെങ്കിൽ നീ ഇളിച്ചതിനേക്കാൾ 10 ഇരട്ടിയിൽ ഇന്ന് ഇവിടത്തെ ഓരോ ഭാരതീയനും ചിരിക്കുന്നുണ്ട്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തൊട്ടപ്പോൾ നമ്മുടെ ഭാരതത്തെ പാകിസ്ഥാൻ ആക്രമിച്ച സമയത്ത് നമ്മുടേതായിട്ടുള്ള ഉയർന്ന മേഖലകളെല്ലാം പിടിച്ചടക്കിയ സമയത്ത് ഈ അടുത്ത നാളിൽ ഇപ്പൊ ഏകദേശം ഒരു 70-ന് ശേഷം അതല്ലെങ്കിൽ 80-ന് ശേഷം ജനിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും, അത് പാകിസ്ഥാൻ ആക്രമിച്ച് നമ്മുടെ മലമുകളിൽ കൈയടക്കിയ സമയത്ത് അവിടേക്ക് വിവര സാങ്കേതിക വിഷയമായാലും ഏതൊക്കെ രീതിയിലുള്ള സാങ്കേതിക വിഷയങ്ങളിലൂടെ നമ്മളെ സഹായിച്ചുകൊണ്ട് അത് ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആരാണ് സഹായിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഇസ്രായേൽ എന്ന് മാത്രമാണ്. ചൈന അടക്കമുള്ള ശത്രു രാജ്യങ്ങൾ ഭാരതത്തിനെതിരെ ചെറുതായിട്ടൊന്ന് കൊമ്പ് കുലുക്കുമ്പോഴേക്കും പറഞ്ഞത് എന്തായിരുന്നു? ഭാരതത്തെ ആക്രമിക്കുന്നവർ ഞങ്ങളെ കൂടി ആക്രമിക്കേണ്ടി വരുമെന്നാ പറഞ്ഞത്. ആ രാജ്യത്തിന് വേണ്ടി കണ്ണീരൊഴുക്കാൻ, ആ രാജ്യത്തിന് വേണ്ടി അഭിമാനത്തോടെ ചേർത്ത് പിടിക്കാൻ ആണ് ഭാരതീയർ തയ്യാറാവേണ്ടത്. അല്ലാതെ ഇവിടത്തെ ഉപ്പും ചോറും നക്കിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന ഭാവിയിൽ 2047-ൽ ഞമ്മന്റെ ഈ പറയുന്ന കിതാബിന്റെ രാജ്യം വരുമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഈ നാടിനെ മുടിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഈ വർഗത്തിനോട് ഇതേ ഭാഷയിൽ തന്നെ പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ടപ്പോൾ ചിരിച്ച ആ വർഗത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ എന്റെ രാജ്യത്തിന്റെ പാർലമെന്റ് ആക്രമണ കേസിൽ അവനെ തൂക്കിക്കൊന്ന അഫ്സൽ ഗുരുവിന് വേണ്ടി രോധിച്ച, അഫ്സൽ ഗുരുവിന് വേണ്ടി ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുള്ള ആ വർഗത്തിനോട് ചിരിയോടുകൂടി തന്നെ ഈ ദുഷ്ടൻ ഇബ്രാഹിം റൈസിയുടെ ആ മരണത്തെ ഇന്നത്തെ നാട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അത് നീയൊക്കെ ഇരന്നു വാങ്ങിയതാണെന്ന് കൂട്ടിച്ചേർക്കാതിരിക്കാനാവില്ല. സുഡാപ്പികളെ മുക്കാലുകളെ എന്നത് കൂട്ടിച്ചേർക്കുകയാണ്. അതായത് നമ്മള് ഈ മഹ്സാമിനിയുടെ വിഷയമേ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. മുടി കണ്ടു, തലമുടി കണ്ടുപോയി, അതോ വേറൊരു നാട്ടിൽ നിന്ന് ഒന്ന് യാത്ര ചെയ്ത് വന്നതാണേ. അപ്പോ അവരെ യഥാർത്ഥ രൂപത്തിൽ തട്ടമിട്ടില്ല, തലമുടി മറച്ചില്ല. മത പോലീസിന്റെ കസ്റ്റഡിയിൽ പെട്ടി പെൺകുട്ടി വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. മൂക്ക് മുറിക്കുന്നു,
തലമുടി മുറിക്കുന്നു, അടിവയറ്റിൽ ചവിട്ടുന്നു. വളരെ ക്രൂരമായി ഇതിനെ ചവിട്ടിയും മെതിച്ചും അതിനെ കൊന്നു. എന്നിട്ട് ഈ മഹ്സാമിനിയുടെ സഹോദരൻ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന, മതം പഠിപ്പിക്കുന്ന, ഇവര് അദബ് എന്നാ പറയാ, മതചിട്ട പഠിപ്പിക്കുന്ന ഒരു റൂമുണ്ട്. ആ മുറിക്കകത്ത് കൊണ്ടുപോയി പെൺകുട്ടിയെ അടിക്കുന്നതും ഇടിക്കുന്നതും മതചിട്ട പഠിപ്പിക്കുന്നതും ഒക്കെ ആ ഒരു മുറിയുടെ പുറത്ത് നിന്നിട്ട് ഈ മഹ്സാമിനിയുടെ സഹോദരൻ കാണുവാണ്. അയാൾ വാവിട്ട് നിലവിളിക്കുക. അതിന്റെ 3ന്റെ അന്നാണ് ഈ പെൺകുട്ടി മരിക്കുന്നത്, കൊല്ലപ്പെടുന്നത്. തലമുടി മറച്ചില്ല. അല്ല, സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള കരാറാണ് ഇതൊക്കെ. അത് സൃഷ്ടാവൊന്നും നോക്കത്തില്ല. മഹ്സാമിനി ഇനിയിപ്പോ തലമുടി മറച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുമെന്ന് ഇവർക്കങ്ങ് വിചാരിച്ചാൽ മതി. ഇപ്പോ 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ മഹ്സാമിനിയുടെ 1ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ച് ഇറാൻ ജനത വീണ്ടും ഖുർആനും ഹദീസും ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയും അവരുടെ ഹിജാബുകൾ, പർദ്ദകൾ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ വലിച്ചു കീറി ആ തീയിലിട്ട് കത്തിക്കുമായിരുന്നു ചെയ്തത്. പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ ജാഗ്രതാ നിർദ്ദേശവും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഈ കത്തിക്കരിഞ്ഞ ഇബ്രാഹിം റൈസിയും ടീമും ഏർപ്പാട് ചെയ്തത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 16-ാം തീയതിയാണ് മഹ്സാമിനി കൊല്ലപ്പെടുന്നത്. ഇപ്പോ തല മൂടുന്ന ഒരു ശിരോവസ്ത്രം ധരിക്കാത്ത കുറ്റത്തിന് ഈ മഹ്സാമിനിയെ പിടികൂടുന്നു. മതപോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെ തലയ്ക്കടിയേറ്റും അടിവയറ്റിന് തൊഴി കിട്ടിയും ഈ 22-കാരിയായ ഈ പെൺകുട്ടി കൊല്ലപ്പെടുന്നു. കുടുംബം ആരോപിക്കുന്നു ഇവര് കൊന്നതാണ്. പക്ഷെ ആരോട് പറയാൻ? അധികാരികളല്ലേ ചെയ്തത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ പോലീസ് ഒരു നിരപരാധിയെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഉരുട്ടിക്കൊന്നാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഒരു ശനിയാഴ്ച രാവിലെയായിരുന്നു. അങ്ങനെ മകളുടെ ദുഃഖാചരണത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ മഹ്സാമിനിയുടെ പിതാവിനെ ഇബ്രാഹിം റൈസിയുടെ പോലീസ് കൊണ്ടുപോയി. അത് വിവാദമായി. വീണ്ടും ഇറാൻ ജനത രംഗത്തിറങ്ങി നീതിക്ക് വേണ്ടി അങ്ങനെയാണ് വിട്ടയക്കുന്നത്. അനുസ്മരണ പരിപാടികളും നടത്താതിരിക്കാൻ വേണ്ടി ഭരണകൂടം കുടുംബത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി. മഹ്സാമിനിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരാളും വരരുത് എന്നുള്ള രൂപത്തിൽ അധികൃതർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു. മരിച്ചിട്ട് പോലും, ഇവര് ക്രൂരമായി കൊന്നിട്ട് പോലും ആ പെൺകുട്ടിയോട് ഇവര് കാണിക്കുന്ന അനീതി എത്രമാത്രം ഭീകരമാണ്. ഇവരാണോ നാളെ മരിച്ചു പോകുന്നത് പ്രതീക്ഷിക്കുന്നവര്? ഇവരാണോ സ്വർഗവും നരകവും പരലോകവും ഒക്കെ പ്രതീക്ഷിക്കുന്ന ആളുകള്? മഹ്സാമിനിയുടെ മരണത്തെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഇറാനിൽ അരങ്ങേറി. തെരുവിലിറങ്ങിയ സ്ത്രീകൾ ശിരോവസ്ത്രങ്ങൾ കീറിയെറിഞ്ഞ് പൂർണ്ണ നഗ്നരായി. ഈ അലി ഖൊമേനിയുടെ ചിത്രമടക്കമായിരുന്നു അവർ പ്രതിഷേധങ്ങളിൽ കൊണ്ടുവന്നത്. മാസങ്ങൾ നീണ്ടു പ്രക്ഷോഭങ്ങൾ. ഇറാൻ ജനത എന്ന് പറഞ്ഞാൽ, ഇറാനിലെ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോലെയൊന്നുമല്ല. വെടിയുണ്ടയ്ക്ക് മുന്നില് നെഞ്ചും വിരിച്ചു നിൽക്കും. കൊല്ലടാ, ഡു ഓർ ഡൈ. ഒന്നുകിൽ ഞങ്ങൾക്ക് നീതി കിട്ടണം, ഞങ്ങൾക്ക് മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ കഴിയണം, അല്ലെങ്കിൽ നിറയൊഴിക്കടാന്നാ പറയാ. എന്നിട്ട് ഒറ്റ ദിവസം തന്നെ കൊല്ലപ്പെട്ടത് 551 പേരാണെന്ന് ഇവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2000 ആളുകളെ അറസ്റ്റ് ചെയ്തു എന്ന് ഇവര് പറയുമ്പോൾ എത്രയോ 2000 പേരെ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഹ്സാമിനിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചിട്ട് ഇറാന് മേൽ കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും യൂറോപ്യൻ യൂണിയനും മുന്നോട്ട് വരുന്നു. കാരണം ഇവർ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നു എന്നാണ് ജോ ബൈഡനും യൂറോപ്യൻ യൂണിയനും പറഞ്ഞത്. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നു എന്ന് മാത്രമല്ല, അതിനോടും അതിന്റെ വീട്ടുകാരോട് അതിന് നീതി പുലർത്തുന്നില്ല. അതിന് കൊല്ലപ്പെട്ടിട്ടും നീതി കിട്ടുന്നില്ല. അതിന്റെ വീട്ടുകാരെയും ക്രൂരമായ രൂപത്തിൽ ഇവര് ബുദ്ധിമുട്ടിപ്പിക്കുകയും ഈ മഹ്സാമിനിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കാൻ പോലും വിടാതെ അതിന്റെ പേരില് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത ആളുകളെ കൂട്ടമായി കൊന്നതുകൊണ്ട് ഇവരോട് ചോദിക്കുന്നു, ഇറാന്റെ മനുഷ്യത്വം എവിടെ നിൽക്കുന്നു എന്നാ ജോ ബൈഡൻ ചോദിച്ചത്. മനുഷ്യാവകാശങ്ങൾക്കായി പോരാടുന്ന ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണ് അമേരിക്ക എന്ന് അന്ന് ബൈഡൻ പറഞ്ഞു. ഇറാന്റെ സ്വേച്ഛാധിപത്യ ഭരണാധികാരിയോടൊപ്പമോ അവരുടെ ആ ഭരണത്തോടൊപ്പമോ അല്ല ഞങ്ങൾ നിൽക്കുന്നത്. അമേരിക്കയുടെ നടപടിയെ തമാശ എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി വിശേഷിപ്പിച്ചത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മതനിയമങ്ങൾ അത് നടപ്പിലാക്കാനുള്ളതാണ്. മതനിയമങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ശരി, അതിനെ 6-ാം നൂറ്റാണ്ടിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാകട്ടെ പറ്റാത്തതാകട്ടെ, അതിനെ അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കണം എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമാണ് ഇവര്. ഇസ്രായേൽ ജനത എന്ത് ചെയ്തിട്ടാണ് ഇറാനോട്?
ഹമാസ് ആണ് ഇസ്രായേലിനെ കയറി അങ്ങോട്ട് അടിച്ചത് എന്ന് ആർക്കാണ് അറിയാത്തത്? പക്ഷേ നമ്മുടെ നാട്ടിൽ അവർക്കും ഒരു സ്പേസ് കിട്ടുന്നു. ആലോചിച്ചു നോക്കണം നമ്മുടെ നാടിന്റെ ഒരു ദുർഗതി എവിടെ എത്തി നിൽക്കുന്നത്. ഹമാസ് നേതാവായ വ്യക്തിക്ക് ഒരു വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു അവസരം കിട്ടുവാണ്. എവിടെ? അതും മലപ്പുറത്തിന്റെ മണ്ണിൽ തന്നെ. ലോകത്തുള്ള സകലമാന രാജ്യങ്ങളും ഹമാസ് തീവ്രവാദികളെ ഭീകരരായി കണ്ടപ്പോൾ നമ്മുടെ നാട്ടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി നമ്മൾ ആലോചിക്കണം 1921 കലാപം എന്തിനു വേണ്ടിയായിരുന്നു? തുർക്കിക്ക് വേണ്ടിയായിരുന്നു. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ ഒന്നും നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇറാന്റെ ഈ പരമോന്നത നേതാവിനു വേണ്ടി നമ്മുടെ നാട്ടിലും ഒരു ഹർത്താലൊക്കെ നടക്കുമായിരുന്നു. നാളെ ഇവര് വിശുദ്ധ ഹർത്താൽ പ്രഖ്യാപിക്കുമായിരുന്നു. എന്നിട്ട് കുറെ കടകളും കുറെ വീടുകളും കുറെ വാഹനങ്ങളും ഒക്കെ അട്ടിച്ച് നിരത്തി നശിപ്പിച്ച് എന്നിട്ട് ഇവര് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഞങ്ങൾ ഇറാനോടൊപ്പമാണെന്ന് പറയുമായിരുന്നു. ഇറാൻ ഇത് അറിയത്തു പോലുമില്ല. ഇപ്പോ എന്തിനു വേണ്ടിയായിരുന്നു 1921 ഇവിടെ ഇത് സംഭവിച്ചത് എന്നറിയുന്നതിന് മുമ്പ് ഈ തുർക്കിയും ഇന്ത്യയും തമ്മിൽ എന്താണ് ബന്ധം? ഒന്നുമല്ല, മുറിയന്മാർ, അത്രേ ഉള്ളൂ. കാരണം ലോകത്തുള്ള സകലമാന മുറിയന്മാരും ഞങ്ങളുടെ സ്വന്തക്കാരാണ് എന്ന് ചിന്തിക്കുന്ന മലപ്പുറത്തെ അതല്ലെങ്കിൽ കേരളത്തിലെ കുറച്ചു തുക്കടാച്ചി മുസ്ലിങ്ങളുണ്ട്. അപ്പൊ അവര് 1921 ഒന്നും കൂടി ഞങ്ങൾ ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടും. ആ വീഡിയോ എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം. അതായത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക, ഖിലാഫത്ത് ഭരണം. അതായത് പ്രവാചകൻ ഇസ്ലാമിന്റെ നേതാവാണല്ലോ. അപ്പൊ ഇസ്ലാമിക ഭരണമാണ് പ്രവാചകൻ മുന്നോട്ട് വെച്ചിരുന്നത്. ഖിലാഫത്ത്, ഖലീഫയുടെ ഭരണം. അപ്പോ ലോക മുസ്ലിങ്ങൾക്ക് മുഴുവനും ഓരോ കാലഘട്ടത്തിലായി ഖലീഫമാരുണ്ടാകും. 1-ാം ഖലീഫ അബൂബക്കർ, 2-ാം ഖലീഫ ഉമർ, 3-ാം ഖലീഫ ഉസ്മാൻ, 4-ാം ഖലീഫ അലി, ഇങ്ങനെ. അതിനുശേഷം കുറച്ച് ഉമവിയ ഭരണം, പിന്നെ അബ്ബാസികൾ, അത് കഴിഞ്ഞിട്ടാണ് ഓട്ടോമൻ തുർക്കികൾ വരുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിന് തിരികൊളുത്തുന്ന സമയത്ത് തുർക്കി സാമ്രാജ്യം നിന്നത് ജർമ്മനിക്കൊപ്പം ബ്രിട്ടന്റെ എതിർപക്ഷത്തായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടന്റെ അണ്ടറിലുള്ള എല്ലാ മുസ്ലിങ്ങളും ധർമ്മസങ്കടത്തിലായി. പക്ഷെ യുദ്ധത്തിൽ ബ്രിട്ടനും കക്ഷികളും ജയിച്ചാലും തുർക്കി ഖലീഫയുടെ സ്ഥാനത്തിനോ മഹത്വത്തിനോ ഒരു ക്ഷതവും സംഭവിക്കില്ല എന്ന് ബ്രിട്ടൻ വാക്ക് നൽകി. പക്ഷെ യുദ്ധം കഴിഞ്ഞപ്പോ തുർക്കി സാമ്രാജ്യത്തിന്റെ പതനമായിരുന്നു. അങ്ങനെ ബ്രിട്ടനും കൂട്ടരും ഖലീഫ സ്ഥാനം റദ്ദാക്കി. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ നിയമം ഇന്ന് നടപ്പിലാക്കണമെന്ന് വിചാരിച്ചാൽ കഴിയുന്ന കാര്യമില്ല. തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർ അതിനെയൊക്കെ വലിച്ചെറിയത്തേ ഉള്ളൂ. അങ്ങനെ തുർക്കി സുൽത്താനെ സ്ഥാനഭ്രഷ്ടരാക്കി ആര്? ബ്രിട്ടൻ. ഇത് ലോക മുസ്ലിങ്ങളിൽ ഭയങ്കരമായ ദുഃഖവും പരിഭ്രാന്തിയും ഉളവാക്കി. ആലോചിക്കണം, ബ്രിട്ടൻ തുർക്കിയിലെ അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ ഈ ഏറനാട്, വള്ളുവനാട്, മലബാർ പ്രദേശങ്ങളിൽ കിടന്ന ഹിന്ദുക്കൾ എന്ത് തെറ്റാണ് ചെയ്തത്? അവരെ വെട്ടിയരിഞ്ഞു തുവൂർ കിണറിലെറിയാൻ. സ്വാഭാവികമായും അതിന്റെ ഒരു പ്രതിഫലനം കേരളത്തിലെ മുസ്ലിങ്ങളിലും ഉണ്ടായി, ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ മുഴുവനും ഉണ്ടായി. അങ്ങനെയാണ് ഇസ്ലാം മത വികാരം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു വികാരമാണ്. എന്നിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളെ കൂടുതൽ പങ്കെടുപ്പിക്കാനും ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാനും ഒരു അവസരം എന്ന നിലയ്ക്കാണത്രേ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനവുമായി ഖിലാഫത്തിനെ കൂട്ടിക്കെട്ടിയത്. അല്ല, അതിന്റെ പിന്നിൽ ഗാന്ധിജിക്ക് പ്രത്യേകമായിട്ടുള്ള ചില അജണ്ടകൾ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളെ വെറുപ്പിക്കരുത്, മുസ്ലിങ്ങളെ വെറുപ്പിച്ചാൽ നമുക്കിവിടെ സമാധാനം കിട്ടില്ല. അങ്ങനെ മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിപ്പിച്ചു. പക്ഷെ മുസ്ലിങ്ങൾ ശ്രമിച്ചത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയായിരുന്നില്ല, ഇസ്ലാമിക ഭരണത്തിന് വേണ്ടിയായിരുന്നു. എന്നിട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ കോൺഗ്രസ്സുകാര് ഖിലാഫത്ത് മൂവ്മെന്റുകൾക്കാണ് വലിയ സ്വീകാര്യമുണ്ടായത്. അതായത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക, ഇന്ത്യയെ മതവൽക്കരിക്കുക. അങ്ങനെ ഈ ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി ഇവര് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഇവരൊക്കെ ഗാന്ധിജിക്കൊപ്പം അണിനിരന്നു. 1920 ഓഗസ്റ്റില് മൗലാന ഷൗക്കത്ത് അലിയും ഗാന്ധിജിയും കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിക്കുന്നു ഒരുമിച്ച്. കോഴിക്കോട് അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ജനസമുച്ചയമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് വള്ളുവനാട് താലൂക്കിലെ ഗ്രാമമായ കൽപ്പകഞ്ചേരി എന്നാണെന്ന് തോന്നുന്നു, അതിലെ 20,000-ഓളം പേരാണ് ഇസ്ലാമിക രാജ്യമാക്കണം ഇന്ത്യയെ എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്.
മലബാറിലെ എല്ലാ ഉൾനാടുകളിലും ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ചു, മീറ്റിങ്ങുകൾ. അങ്ങനെ ജനങ്ങൾ ഒത്തുചേരാൻ തുടങ്ങി. മുഴുവൻ മുസ്ലിങ്ങളും ഇതിനെ നെഞ്ചിലേറ്റി. കാരണം ഗാന്ധിജിക്ക് കോൺഗ്രസ് നേതാക്കള് ഓരോ പ്രസംഗത്തിലും അഹിംസയുടെയും നിസ്സഹകരണത്തിന്റെയും ഒക്കെ പ്രാധാന്യം എടുത്തു പറയുന്നു. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ഖിലാഫത്ത് നേതാക്കൾ, ഇതൊക്കെയാണ് ഗാന്ധിജി മുമ്പിൽ കണ്ടത്. പക്ഷെ അല്ല, അതിന്റെ പിന്നില് ഈ രാജ്യത്തിന്റെ മാറു പിളർത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. കാരണം മുസ്ലിങ്ങളുടെ വികാരം ഇളക്കി വിടണം, എന്നിട്ട് അവരിനിപ്പോ രാജ്യം പിളർത്തി കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും എന്ന രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണമായിരുന്നു. അങ്ങനെ ഹിംസയുടെ മാർഗം ഇവര് സ്വീകരിക്കുമെന്ന് വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ വേണ്ടി നിന്നത്. എന്നിട്ട് മലബാറിലെ മാപ്പിളമാര് ആവേശത്തോടുകൂടി ഇസ്ലാമിക രാജ്യം, ഈ ഇന്ത്യയെ മതവൽക്കരിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും പട്ടാളത്തെ അവര് തന്നെ ഇറക്കുവാണ്. അപ്പോ ബ്രിട്ടന്റെ പട്ടാളം, അതൊന്നും അവർക്ക് പ്രശ്നമല്ല, അതിനെയൊക്കെ ഇവര് പരാജയമായിട്ടായിരുന്നു കണ്ടത്. എന്നിട്ട് പട്ടാളത്തിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട, തൊഴിലില്ലാതെ നടക്കുന്ന ഒരുപാട് ആളുകൾ സൈനിക പരിശീലനം കൊടുക്കാൻ തയ്യാറാകുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്കും കോൺഗ്രസിലേക്കും വളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നത് ഗവൺമെന്റിനെതിരെ ആക്രമണത്തിന് റിക്രൂട്ട് ചെയ്യുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ ഈ നാട്ടിൽ ചെയ്തത്. 1921 മലബാർ കലാപം എന്ന മാപ്പിള ലഹള ആജീവനാന്ത കാലവും നമ്മുടെ നാട് ചർച്ച ചെയ്യുക തന്നെ ചെയ്യണം. 10,000-ലധികം ഹിന്ദുക്കളല്ല തുർക്കിയിലെ അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. അവരെന്ത് തെറ്റു ചെയ്തു? അനേകം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. ഒരുപാട് ഹിന്ദുക്കളെ ഇവർ അരജീവനായും കാൽ ജീവനായും മുക്കാൽ ജീവനായും ഇട്ട് നരകിപ്പിച്ച് ചിത്രവധം നടപ്പിലാക്കി. ഒരു കാർഷിക വിപ്ലവത്തിന് എന്തിനാണ് ഹിന്ദുക്കളെ കൊല്ലുന്നത്? എന്തിനാണ് ക്ഷേത്രങ്ങൾ തകർക്കുന്നത്? ഇനി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിലാണെങ്കിൽ എന്തിനാ ഹിന്ദുക്കളെ കൊല്ലുന്നത്? സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടമാണെങ്കിൽ സ്ത്രീകളെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്? അവരുടെ സ്വത്തുക്കൾ എന്തിനാണ് കൊള്ളയടിക്കുന്നത്? മത അധ്യാപകരുടെ നേതൃത്വത്തിൽ മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടാണോ സ്വാതന്ത്ര്യ സമരവും വിപ്ലവവും ഒക്കെ നടത്തേണ്ടത്? ഇപ്പോ നോമ്പ് മാസത്തില് പള്ളി ഖബർസ്ഥാനിൽ ഇവര് പ്രാർത്ഥിക്കുന്നു, അല്ലാഹു അക്ബർ വിളിച്ചിട്ടല്ലേ? കാർഷിക വിപ്ലവവും ദേശീയ സ്വാതന്ത്ര്യ സമരവും ഒക്കെ ആയിട്ട് തുടങ്ങുമ്പോ എന്തിനാണ് പള്ളി? അതായത് കൂട്ടമായ മതമാറ്റമായിരുന്നു അവരവിടെ ലക്ഷ്യം വെച്ചിരുന്നത്. ധീര വിപ്ലവകാരികൾ എന്നാണ് ഇവരെയൊക്കെ അവര് തന്നെ പറഞ്ഞിരുന്നത്. തുർക്കി ഖിലാഫത്തും നമ്മൾ ഈ ഇറാന്റെ വിഷയത്തിൽ ചർച്ചയ്ക്കെടുക്കുക തന്നെ വേണം. കാരണം ഇപ്പോ ഇറാന്റെ നേതാവ് മരണപ്പെട്ടപ്പോൾ പോലും, ഇപ്പോ ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരണപ്പെട്ടത്. ആ ഹെലികോപ്റ്ററിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഇത് അപകടത്തിലായിരുന്നു. ഇറാൻ കുറെ സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ട് ഇറാന് ഇതൊന്നും നന്നാക്കാനുള്ള സമയം കിട്ടില്ല. കാരണം ആഗോള തീവ്രവാദം വളർത്താനുള്ള തിരക്കിലായിരുന്നല്ലോ. അതുകൊണ്ട് സ്വന്തമായിട്ട് സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ ഒന്നും ശരിയാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും മീഡിയ വണ്ണിന് ആരോ ഇബ്രാഹിം റൈസിയെ അലക്കിയതാണ് എന്ന് പറഞ്ഞു വെക്കണം. അതിനാണ് ഈ കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം. അല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചിന്തിക്കേണ്ട ഈ മീഡിയ വണ്ണിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് പറയേണ്ടതുണ്ട്. പവി കെയർടേക്കർ എന്ന് പറയുന്ന ദിലീപിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 3 വിശുദ്ധ വ്യക്തിത്വങ്ങൾ ഇരുന്നു കൊണ്ട് ഈ ഒരു സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതായത് ഈ ദിലീപ് എന്ന് പറയുന്ന ഈ സിനിമാ നടന് 53-55 വയസ്സായി. അയാൾ കിളവനായി. അയാളുടെ സിനിമ ഇനി അയാൾ ജനപ്രിയ നായകനല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലോകോത്തര ചർച്ച വെച്ച ചാനലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് വേണ്ട, നമ്മുടെ രാജ്യം തന്നെ നിരോധിച്ചിട്ടുണ്ട് ആ ചാനൽ 1-2 തവണ. പിന്നീട് ആരുടെയൊക്കെ കാലും കൈയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. അത് ഏഷ്യാനെറ്റും കൂടെ ചേർന്നുകൊണ്ട് ആ നിരോധനം നേരിട്ട രാജ്യം തന്നെയാണ്. മറ്റൊരു സന്തോഷ വാർത്ത നമ്മളിവിടെ പങ്കുവെക്കേണ്ടതുണ്ട്. നിയമ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട, അതായത് ജിഷ വധക്കേസിലെ പ്രതിയായിരുന്ന അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചിട്ടുണ്ട് ഹൈക്കോടതി എന്നുള്ള വാർത്ത. അത് സത്യത്തിൽ ആരും അല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ അത്ര പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളതുമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഇപ്പൊ ടീച്ചർ 921 വിഷയം പറഞ്ഞതുകൊണ്ട് ടീച്ചറെ, എന്നോട് പലരും ചോദിക്കാറുണ്ട്, നീ എങ്ങനെയാണ് ഇത്ര തീവ്രമായിട്ട് ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറിയത് എന്നുള്ളത്. കാരണം എൻ്റെ ഒരു ലൈഫ് 2014 ശേഷമാണ് ഞാൻ പൂർണ്ണമായിട്ടും ഈ ഒരു തീവ്ര ചിന്താഗതിയിലേക്ക് വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ എൻ്റെ മതത്തെക്കാൾ ഉപരി ഈ ഇസ്ലാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് തീവ്രമായിട്ട് ഞാൻ പ്രതികരിച്ചു തുടങ്ങിയത്. കാരണം അതിനുശേഷമാണ് ഞാൻ ഈ 1921 കൃത്യമായുള്ള ചരിത്രം കുറേശ്ശെ പഠിക്കാൻ തുടങ്ങിയത്. അത് പഠിച്ച് ഏകദേശം ഒരു പൂർണ്ണതയിലേക്ക് എത്തിയ സമയം കൊണ്ട് തന്നെയാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നതും അതിലൂടെ കൃത്യമായിട്ട്
നമുക്ക് പ്രതികരിക്കാനുള്ള ആ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളതും. ഏകദേശം എന്റെ 20 കിലോമീറ്റർ ചുറ്റളവ്, അതിനുശേഷം എടുക്കുകയാണെങ്കിൽ ഒരു 60 കിലോമീറ്റർ ചുറ്റളവ് കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 60 കിലോമീറ്ററിന് അടുത്ത് വരുന്നുണ്ട്. പക്ഷെ എന്റെ 20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ തുവൂർ കിണറൊക്കെ വരുന്നത്. മാത്രമല്ല നിലമ്പൂർ കോവിലകം വരുന്നത് 12 കിലോമീറ്റർ അടുത്താണ് വരുന്നത്. അത്രയ്ക്കും ഒട്ടേറെ കോവിലകങ്ങൾ ചുറ്റും, അമരമ്പലം കോവിലകം വരുന്നുണ്ട്, നിലമ്പൂർ കോവിലകം വരുന്നുണ്ട്. അങ്ങനെ പറയുന്നതും പറയപ്പെടാത്തതുമായിട്ടുള്ള, ഈ 921 ചരിത്രത്തിൽ പറയുന്നതും പറയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് കോവിലകങ്ങൾക്ക് നടുവിലാണ് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളതും. ഞാൻ കേട്ട് വളർന്നിട്ടുള്ളത് ഈ എന്റെ പിതാമഹന്മാരെ ജീവനോടെ കഴുത്ത് വെട്ടിയ വാരിയംകുന്നൻ എന്ന് പറയുന്ന കൊടും ഭീകരവാദിയാണ്. ആ ഭീകരവാദിയെ ആരാധിക്കുന്ന വർഗങ്ങളോട് ഞാൻ ഈ രീതിയിലല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഞാൻ പഠിച്ചതൊക്കെ മുസ്ലിം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ 5 മുതൽ 7 വരെ ഞാൻ മുസ്ലിം സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ആ പഠിക്കുന്ന സമയം മുതൽ പിന്നീട് സർക്കാർ സ്കൂളുകളിൽ തന്നെ നമ്മൾ 79-ൽ ജനിച്ചവരൊക്കെ അറിയാൻ പറ്റും, 80-കളിലൊക്കെ ജനിച്ചിട്ടുള്ള ആളുകൾ പൂർണ്ണമായിട്ട് സർക്കാർ സ്കൂളുകളെ തന്നെ ആശ്രയിച്ചായിട്ട് പഠിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ മിക്സ്ഡ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുസ്ലിം സുഹൃത്തുക്കളാണ്. പിന്നെ അതുപോലെ പെന്തക്കോസ് പോലുള്ള ക്രൈസ്തവ സുഹൃത്തുക്കളും തന്നെയാണ്. പക്ഷെ അവർക്ക് കൃത്യമായിട്ടും അറിയാം, അവരിലുള്ള ഒരുത്തനുണ്ട് ഇസ്ലാമിക ജിഹാദിസം പൂർണ്ണമായിട്ട് വിഴുങ്ങി ജീവിക്കുന്നവൻ. അവനല്ലാത്ത ബാക്കിയുള്ള എന്നെ അറിയുന്ന ഇസ്ലാമിക സുഹൃത്തുക്കൾക്കും ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഞാൻ മാറിയത് എന്നുള്ളത്. അതിന് ഒരേ ഒരു കാരണം തന്നെയുള്ളൂ. 1921 എന്ന് പറയുന്ന മഹാക്രൂരത, ഇസ്ലാമിക കൊടും ഭീകരത നടത്തിയ വാരിയംകുന്നന്റെ ചരിത്രം ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. എനിക്ക് മുൻപുണ്ടായിരുന്ന, അതല്ലെങ്കിൽ ഇന്ന് ഞാനൊരു ഇസ്ലാമാണെന്ന് പറഞ്ഞ അഭിമാനത്തോടെ ചിരിച്ചു കളിച്ച് പള്ളിയിൽ പോയി 5 വക്ത് നിസ്കരിക്കുന്ന നീയൊക്കെ നിന്റെ ഉമ്മാന്റെ ഉമ്മ, അതല്ലെങ്കിൽ ഉപ്പാന്റെ ഉപ്പ, ആ ഒരു കാറ്റഗറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ശങ്കരനോ അയ്യപ്പനോ അതല്ലെങ്കിൽ വല്ല ദേവസ്യോ ചാക്കോച്ചനൊക്കെ ആയിരിക്കും. അത് കൃത്യമായിട്ട് നമ്മുടെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന, സമുന്നത നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല, എങ്ങനെയാണ് ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം എന്താ വർഗീയവാദിയാണോ? അദ്ദേഹം എന്താ RSS കാരനാണോ? അദ്ദേഹം എന്താ BJP കാരനാണോ? ഒന്നുമല്ല. അദ്ദേഹത്തിന് ചരിത്രം അറിയാം. കാരണം ആര്യാടൻ മുഹമ്മദ് ഏകദേശം 54ഓളം വർഷത്തോളമാണ് തുടർച്ചയായിട്ട് ഇവിടെ നിലമ്പൂരിന്റെ ഭരണസാരഥ്യം, 50-ലധികം, 54 കണക്ക് എന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും 1/2 നൂറ്റാണ്ടിലധികം ഇവിടെ ഭരണസാരഥ്യം ഏറ്റെടുത്തുള്ള ആൾ തന്നെയാണ്. അയാൾ കമ്മ്യൂണിസ്റ്റിൽ വർക്ക് ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട്, കോൺഗ്രസിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട്. അത്തരത്തിൽ ആരോടും അത്രയ്ക്ക് ശത്രുതാ മനോഭാവം ഇല്ലാത്ത ശരിക്കും ജനകീയനായിട്ടുള്ള നേതാവ് തന്നെയായിരുന്നു. അയാൾ തന്നെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. കാരണം നിലമ്പൂരിന്റെയും തുവൂരിന്റെയും കോട്ടക്കലിന്റെയും ഈ പറയുന്ന ചോക്കാട് എന്ന് പറയുന്ന സ്ഥലം എന്റെ വീട് നിൽക്കുന്ന അവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അപ്പുറമാണ്. അത് ചവക്കാട് എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്. മറ്റൊന്നും കൊണ്ടുമല്ല ശവക്കാട് എന്ന പേര് വന്നത്. 1921-ൽ ഹിന്ദുവിനെയും ക്രൈസ്തവനെയും വെട്ടിക്കൂട്ടി കാട്ടിൽ കൊണ്ടേയിട്ട് കാട് പോലെ മൂടിയിട്ട, ഈ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട ഒരു കാടായിരുന്നു ശവക്കാട് എന്ന് പറയുന്ന സ്ഥലം. അത് പിന്നെ ലോപിച്ച് ചോക്കാട് എന്ന് മാറി. എങ്ങനെയാണ് കോട്ടക്കലെ ചങ്കുവെട്ടി ഉണ്ടായത്? എങ്ങനെയാണ് കോട്ടക്കലെ ഇത്തരത്തിൽ ഈ ചങ്കുവെട്ടികളും പിന്നെ അതുപോലെ 1-2 പേരുകൾ എടുത്തു പറയേണ്ട പേരുകൾ തന്നെയുണ്ട്. ഈ മനുഷ്യന്മാരുടെ ഹിന്ദുവിനെയും ക്രൈസ്തവനെയും വെട്ടിച്ചിറയുണ്ടാക്കി, ചിറ പോലെ ഉണ്ടാക്കി. ആ സ്ഥലത്തിന്റെ പേരാണ് വെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലം, കോട്ടക്കലെ. ചങ്കുവെട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ, ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ചങ്ക്, കഴുത്തിങ്ങനെ അറത്ത് കാളയെ മൂരി അറക്കുന്ന പോലെ, കോഴി അറക്കുന്ന പോലെ അറത്ത് കൂട്ടിയിട്ട സ്ഥലമാണ് ചങ്കുവെട്ടി എന്ന് പറയുന്ന സ്ഥലം. എങ്ങനെയാണ് ആ സ്ഥലത്തിന് പേരൊക്കെ കിട്ടിയതെന്ന് ചിന്തിച്ചിട്ടും ഈ വാരിയംകുന്നനെ നേതാവായി കാണുന്ന, അതല്ലെങ്കിൽ ആരാധിക്കുന്ന വർഗങ്ങളോട് ഇതല്ലാതെ എന്റെ കൊക്കിലെ ജീവൻ പോവുന്നിടത്തോളം ഒരിക്കലും ഈ രീതി വിട്ട് എനിക്ക് പ്രതികരിക്കാനാവില്ല. അല്ലാതെ എനിക്ക് മുസ്ലിം എന്ന് പറയുന്ന ആ മതസ്ഥരോട് പ്രത്യേകിച്ച് വൈരാഗ്യമോ ഒന്നുമില്ലാത്തതാണ്. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന നാടിന്റെ 20 കിലോമീറ്റർ ചുറ്റളവിൽ നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ആ ചരിത്രം എന്റെ സിരകളിൽ ഓടുന്ന രക്തത്തെ ചൂട് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, നിങ്ങൾ നടത്തിയ കൊടും ക്രൂരത. ആ കൊടും ക്രൂരത നടത്തിയതിന് നമ്മൾക്ക് വിട്ടേക്കാം, കാരണം 100 വർഷങ്ങൾക്ക് ഇപ്പുറമായി. അത് നമ്മൾക്ക് മറക്കാനുള്ള സമയമായോ എന്ന് ചോദിച്ചാൽ ഒരു സ്വാഭിമാനി ഹിന്ദു അത് മറക്കില്ല. പക്ഷെ അത് നമ്മളുടെ ആ വേദനകളൊക്കെ മാറ്റി. പക്ഷെ ഇന്നും അയാളെ നേതാവായി കൊണ്ട് നടക്കുമ്പോൾ എന്തിനാണ് ഞാൻ അത് മറക്കുന്നത്? എന്തിനാണ് ഞാൻ നിങ്ങളോട് എന്റെ സുഹൃത്ത് അതല്ലെങ്കിൽ എന്റെ സഹോദരനായിട്ട് കാണുന്നത്? നിന്റെ മനസ്സിൽ ഉള്ളിലിരിക്കുന്നത് വാരിയംകുന്നൻ എന്ന് പറയുന്ന കൊടും ഭീകരവാദി, വർഗീയവാദി, ഏറ്റവും വലിയ ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ
വർഗീയ കലാപം നടത്തി ഹിന്ദുവിനെയും ഈ ക്രൈസ്തവനെയും കൂട്ടക്കുരുതി നടത്തിയ ദുഷ്ടൻ നിനക്ക് മാതൃകാ പുരുഷനാണെങ്കിൽ ആ നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക? ഈ മുസ്ലിങ്ങൾ തരുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല എന്ന് എന്റെ നാട്ടിലുള്ള അതല്ലെങ്കിൽ മലപ്പുറത്തായാലും മറ്റേതൊരു സ്ഥലത്താണെങ്കിലും ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വർഗീയത പേറി നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നീയാണ് മാറേണ്ടത്. അല്ലാതെ നിന്നെ കുറ്റം പറയുമ്പോൾ, നിന്റെ കുറ്റങ്ങൾ വിളിച്ചു പറയുമ്പോൾ, കുറ്റം വിളിച്ചു പറയുന്നവനെ വർഗീയവാദിയാക്കിക്കൊണ്ട് നിന്നെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നീ എന്തൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാലും ഈ ആധുനിക കാലത്ത് അത് വിലപ്പോവില്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ടീച്ചറെ കൂടുതൽ അങ്ങോട്ട് ചൊറിഞ്ഞോളൂ. വളരെ രസകരമായ ചില കമന്റുകൾ വന്നിട്ടുണ്ട്. അത് വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഒന്ന് കേൾപ്പിച്ചു തരാം, ഒന്ന് ശ്രദ്ധിക്കണം. കാല് കുത്തിക്കില്ല മുളച്ചുക്കണോ സംഖ്യ? സംഖ്യകൾക്ക് മുളച്ചുക്കണോ? എടാ ചൊപ്പേ, ഞാനാ പറഞ്ഞതേ 1921 ചരിത്രാണ്. ഇനി ഒരു 21 ഒരുങ്ങിയിരിക്കണോലാണ് ഞങ്ങൾ. അതന്നെ ഇപ്പൊ സുധിന്റെ മറ്റൊരു ചെയ്യുന്ന പരിപാടിയാണ്. 21 ഒരുങ്ങിയിരിക്കണ ആൾക്കാരാണ് ഞങ്ങള്. ഞങ്ങളെന്നെ മറ്റേ കൊടമടി കട്ടിക്കാണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ഞങ്ങളെ മറ്റേ 2 കൂടുണ്ടല്ലോ അടിയില്, അന്ന് കളഞ്ഞു മോനെ. ഇങ്ങനെ അല്ലാതെ ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇവർക്ക് ആലോചിച്ച് നോക്കിക്കോ, എന്തിനും ഇവര് ലൈംഗിക ചൊവ്വയോടുകൂടി അല്ലാതെ സംസാരിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരു കമന്റ് വന്നിട്ടുണ്ട്, ഒരു സലാം അയാൾ പറയാണ്, സ്വർഗത്തിൽ ജാമിതാടെ മോള് അടിപൊളി ചരക്ക, അവളും ഉണ്ടെങ്കിൽ അടിപൊളി, പ്രസിഡന്റ് ആദ്യം പണ്ണുക അവളെ ആയിരിക്കും. ഞാൻ എന്തായാലും നരകത്തിലേ പോകുള്ളൂ. എന്റെ മോള് നമസ്കരിക്കില്ല, അവൾ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കില്ല, അതുകൊണ്ട് അത് വിട്ടു ഞാൻ. ഇവന്റെ മോടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഈ സലാമിന്റെ മുട്ടിലിഴയുന്ന കുഞ്ഞിനെ പോലും ഒരുപക്ഷെ ഇബ്രാഹിം റൈസി വെറുതെ വിട്ടെന്ന് വരില്ല. കാരണം അയാള് ഈ ലോകത്ത് കാണിച്ചു കൂട്ടിയതെല്ലാം ഇതിനു വേണ്ടിയായിരുന്നു. സലാം നോക്കി നിൽക്കുമ്പോൾ ഇബ്രാഹിം റൈസി പറയും, വേണമെങ്കിൽ നീയും കൂടി ചെയ്തോ. അല്ല എന്റെ മോള് അതൊന്നും കണക്കാക്കണ്ട, ഇത് കൃഷിയിടമാണ്, ധൈര്യമായിട്ട് ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ, ഇവര് ഈ രൂപത്തിലല്ലാതെ ചിന്തിക്കാൻ ഈ നികൃഷ്ടമായ വിഭാഗത്തിന് കഴിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം, വിവരമില്ല. നമ്മുടെ വീട്ടില് ഉമ്മായോടും വാപ്പായോടും ഒക്കെ ഈ പണ്ണലും കളിയും കുളിയും ഒക്കെ പറഞ്ഞു നടന്നതുകൊണ്ട് പുറത്ത് പറയുമ്പോൾ ഇവർക്കൊരു അരോചകത്വം തോന്നുന്നില്ല. കാരണം ഇവർ ഇത് കേട്ട് ശീലിച്ചവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കതൊരു പ്രശ്നമായിട്ടോ തോന്നുന്നില്ല. വേറെയും ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഇത്തരക്കാരെ എതിർക്കുക എന്നുള്ളത്. കാരണം നമ്മള് ഒരു പുരോഗമിച്ച രാജ്യത്താണ് ജീവിക്കുന്നത്. നമ്മളിപ്പോൾ 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃത ഗോത്രകാലത്തിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവരെയൊക്കെ എതിർക്കുകയും ഇവര് ചെയ്യുന്ന ഇത്തരം രീതികളെ വിമർശിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. നമുക്ക് അത് ചെയ്തേ മതിയാകും. ഇരിക്കട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും വരാം. ഇബ്രാഹിം റൈസി, ശരി, അയാള് ആരും കൊന്നതല്ല, കൊല്ലപ്പെട്ടു എന്ന് വെറുതെ പറഞ്ഞ് ഇവര് പ്രചരിപ്പിക്കുവാണ്. പ്രസിഡന്റും ഇറാന്റെ വിദേശകാര്യമന്ത്രി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണമാണ് ആദ്യം തന്നെ വരുന്നത്. ഞായറാഴ്ചയാണ്, പക്ഷെ 14 മണിക്കൂർ വേണ്ടി വന്നു ഇതൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ സ്ഥിരീകരണം വന്നതോടെ ഇറാനില് അടിയന്തരമായ മന്ത്രിസഭാ യോഗം ചേർന്നു. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറയാം. ഇബ്രാഹിം റൈസി മരണപ്പെട്ടു എന്നറിഞ്ഞ ഉടനെ ആദ്യം ലഡുവും ജിലേബിയും വിതരണം ചെയ്തത് ആരാണെന്നറിയാമോ? ഗാസക്കാര്. അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ മുഴുവനും നമ്മുടെ മീഡിയക്കകത്ത് കിട്ടും, മുഴുവനും കിടപ്പണം. ഞാൻ ഇന്ന് എത്രയോ വീഡിയോകൾ കണ്ടു അതിനെ സംബന്ധിച്ച്. ഇവര് തെരുവോരങ്ങളിൽ ഇറങ്ങി ലഡുവും ജിലേബിയും ഒക്കെ വിതരണം ചെയ്യുക. കാരണം അവർക്ക് വെളിവ് വെച്ചു, അവര് മനസ്സിലാക്കി. ഇനിയിപ്പൊ ഗാസക്കാരുടെ മക്കളെ കൊണ്ടുപോയിട്ട് ഇബ്രാഹിം റൈസി ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇവനൊക്കെ സംസാരിക്കുമോ? ഇവരുടെയൊക്കെ വെളിവിത്ര മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ സാന്ദർഭികമായിട്ട് ഒന്ന് സൂചിപ്പിച്ചതാണ്. എന്തായിരുന്നാലും ഇയാള് ചരിഞ്ഞു എന്നറിഞ്ഞ ഉടനെ തന്നെ, ചരിഞ്ഞു എന്നറിഞ്ഞ ഉടനെ തന്നെ ഇവര് യോഗം ചേരുവാണ്. കാരണം അടുത്ത ആളെ തെരഞ്ഞെടുക്കണ്ടേ. ഇതുപോലെ തന്നെ ആയിരുന്നു
നബി മരിച്ചു. ആലോചിച്ച് നോക്കണം. നമ്മൾ ഇതുവരെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമുക്ക് അനുഭവം ഇല്ലാത്തതാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം വരെ കിടന്ന് ശവം ചീഞ്ഞളിയുന്ന ഒരവസ്ഥ. നബി ആ രൂപത്തിൽ മരിച്ച ആളാണ്. അപ്പോഴും ഈ 3 ദിവസം വരെ അന്ന് അമോണിയം കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണ്. ഈച്ചയാർക്കാണ് കിടന്ന്. എന്നിട്ട് ഇവര് അടുത്ത ഭരണാധികാരി ആര് എന്ന് തെരഞ്ഞെടുക്കുന്ന ചർച്ചയിലാണ്. എന്നിട്ട് ആയിഷയുടെ തലേണയുടെ അടിയിൽ നിന്ന് ആട് കട്ടോണ്ട് പോകുകയാണ് ഖുർആനും ഹദീസും ഒക്കെ. അതായത് ആരുമില്ലാതെ കിടക്കുകയായിരുന്നു നബിയുടെ മയ്യത്ത് അവിടെ. ഇത് വല്ലതും ഇവന്മാർക്ക് അറിയാം. എന്നിട്ട് ഇവന്മാര് നീ അങ്ങനെ അനുഭവിക്കും, ഇങ്ങനെ അനുഭവിക്കും. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ കാലഘട്ടത്തിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അടുത്ത കാലഘട്ടം വരെ നമ്മൾ ജീവിച്ചിരിക്കത്തില്ലല്ലോ. എന്റെ ശവം റോഡിൽ കിടന്ന് ചീഞ്ഞു നാറത്തില്ല. ആരെങ്കിലും സാമൂഹ്യ പ്രവർത്തകര്, അതല്ലെങ്കിൽ രാജ്യത്തോട് പ്രതിബദ്ധതയും കൂറുമുള്ളവര്, നമ്മുടെ മൊറാലിറ്റി ഉണ്ടല്ലോ, നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ചില രീതികൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളുണ്ട്. അതുള്ളവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊടുക്കും, അതല്ലെങ്കിൽ മണ്ണിനടിയിൽ എടുത്ത് കുഴിച്ചിടും. അതുമല്ലെങ്കിൽ അവർ ഇലക്ട്രിക് ശ്മശാനത്തിൽ അടക്കുകയോ എന്തെങ്കിലും ചെയ്യും. നബിയുടെ അവസ്ഥ എന്താണെങ്കിലും എനിക്ക് വരത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇതുപോലെ ഇറാന്റെ ഈ നേതാവ് മരിച്ചപ്പോൾ, ഇബ്രാഹിം റൈസി മരിച്ചപ്പോഴും ഇവര് മന്ത്രിസഭാ യോഗം ചേരുവാണ്. രാജ്യത്തിന്റെ ഭാവി കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളണം. അതിന് നിർണായകമായിട്ടുള്ള ഒരു യോഗം. മന്ത്രിസഭാ യോഗത്തിന്റെ ചിത്രങ്ങളും അവരെടുത്ത തീരുമാനങ്ങളും ഒക്കെ അപ്പോൾ ഇവർ പുറത്തു വിടുന്നുണ്ടായിരുന്നു. പ്രസിഡന്റിന്റെ കസേരയിൽ ഒരു കറുത്ത തുണി വിരിച്ച് തൊട്ടടുത്ത് ഇബ്രാഹിം റൈസിയുടെ ഒരു ചിത്രവും ഒക്കെ വെച്ചിട്ടാണ് ഈ യോഗത്തിന് ഇവര് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇപ്പോ ഇബ്രാഹിം റൈസി ആണ് പ്രസിഡന്റ് ആയിരുന്നത്. നിലവിലെ വൈസ് പ്രസിഡന്റായ മുഹമ്മദ് മുഖ്ബാർ എന്ന് പറയുന്ന ആളുണ്ട്. അയാൾക്ക് പ്രസിഡന്റിന്റെ ചുമതല കൂടി കൊടുക്കണം. ഇതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. നോക്കണം, ഒരാൾ മരിച്ചു കിടക്കുമ്പോഴും അധികാരത്തിനു വേണ്ടി അയാളുടെ ഒരു കഷ്ണം പോലും കിട്ടിയിട്ടില്ല ഇവർക്ക് മയ്യത്ത് നമസ്കരിക്കാനോ സംസ്കരിക്കാനോ പോലും. അപ്പോഴും ഇവര് ചിന്തിക്കുന്നത് മുഹമ്മദ് നബി ഇത് തന്നെയാണ് ചെയ്തിരുന്നത്, നബിയുടെ കിങ്കരന്മാരും ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. അടുത്ത ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ ഒരു രൂപത്തിലും തടസ്സപ്പെടില്ല എന്നും രാജ്യം ഇനി ആശങ്കപ്പെടേണ്ടതില്ലെന്നും അപകട വാർത്ത അറിഞ്ഞ സമയത്ത് തന്നെ ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖുമേനി ഡിക്ലെയർ ചെയ്യുന്നു. കാരണം ജനങ്ങള്. പക്ഷേ ഇദ്ദേഹത്തിന്റെ മരണത്തില് ഇറാൻ ജനത നല്ലൊരു വിഭാഗം ആളുകളും സന്തോഷിക്കുവാണ്. ഈ മഹ്സാമിനിയുടെ കൊലപാതകത്തോടുകൂടി ഇറാന്റെ മുഴുവൻ ജനതയും ഇദ്ദേഹത്തിന് എതിരായിട്ട് തിരിഞ്ഞു. അവിടെ ഇലക്ഷനൊക്കെ വന്നാൽ ഏതാണ്ട് 40% ആളുകൾ മാത്രമേ വോട്ട് രേഖപ്പെടുത്താറുള്ളൂ. അത്രയ്ക്ക് അവർക്ക് പ്രതിഷേധമാണ് ഈ സ്വേച്ഛാധിപതികളോട്. 50 ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം എന്നുള്ള ചട്ടവും പുറത്തു വന്നു. ഈ ഇബ്രാഹിം റൈസി 63 വയസ്സുള്ള ആളാണ്. വിദേശകാര്യമന്ത്രി ഇദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ട ആളുണ്ട്. ഹുസൈൻ ആമിർ അബ്ദുല്ലാഹിയാൻ, അയാൾക്ക് 60 വയസ്സ്. ഈ മരണവാർത്ത ഇറാൻ എക്സിക്യൂട്ടീവ് അഫയേഴ്സ് ഡെപ്യൂട്ടി പ്രസിഡന്റ് ആയ മുഹ്സിൻ മൻസൂരിയാണ് സ്ഥിരീകരിക്കുന്നത്. പക്ഷെ ഇത് പറയാൻ കാരണം, ആദ്യം പറഞ്ഞു ഇസ്രായേൽ പടച്ചുവിട്ട വാർത്തയാണത്രേ ഇത്, വെറുതെ. കാരണം ഇറാന്റെ പ്രസിഡന്റിനെ കൊന്നിട്ട് ഇസ്രായേലിന് എന്താ, മൊസാദ് വിചാരിച്ചാൽ ഒരു സൂചി പോയിന്റിൽ ചെവിത്തോണ്ടി പോലെ എടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് കിട്ടിയത്. ഇറാന്റെ ഭാഗമായ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയുടെ ഗവർണർ മാലിക് റഹ്മത്തി, കിഴക്കൻ അസർബൈജാനിലേക്കുള്ള ഇറാനിയൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി ഖുമേനി ഹാഷിം, പിന്നെ ഹെലികോപ്റ്റർ പൈലറ്റ്, ഇവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചില മൃതദേഹങ്ങൾ ഇപ്പോഴും തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞിട്ടുണ്ട്. തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇറാൻ അധികൃതർ തന്നെ പറയുന്നു, ഇതിലേതാണ് പ്രസിഡന്റ്, ഇതിലേതാണ് ഇദ്ദേഹത്തിന് പോയ പൈലറ്റ്, ഇതേതാണ് കോപ്പറേറ്റ് ചെയ്ത പൈലറ്റ് ആരാണ്, ഇദ്ദേഹത്തിന്റെ ഒരു ബോഡി ഗാർഡ്, ഇതൊക്കെ ആരാണെന്ന് അറിയില്ല. നാളെ ഞാനൊരു അപകടത്തിൽ കൊല്ലപ്പെട്ടാൽ ഇവര് പറയും തിരിച്ചറിയാൻ കഴിയാത്ത ബോഡിയാണെങ്കിൽ കണ്ടോ അള്ളാഹു കൊടുത്ത ശിക്ഷയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെയും ഇത് പറയുന്നത്. കാരണം ഇതൊക്കെ ചില അടയാളപ്പെടുത്തലുകളാണല്ലോ. ഇനിയും അസർബൈജാനും ഇറാനും സംയുക്തമായ സംരംഭം ഉണ്ടായിരുന്നു, അണക്കെട്ട് ഉദ്ഘാടനം. അത് ചെയ്ത മുതിർന്ന നേതാക്കൾക്കൊപ്പം തബ്രീസിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഇവര്. 3 ഹെലികോപ്റ്ററുകളിലായിട്ടാണ് ഈ റൈസിയും സംഘവും പുറപ്പെട്ടത്. മറ്റ് 2 ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തി. ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ മാത്രമാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ മീഡിയ വൺ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞത്. അവര് ഇസ്രായേലിനെയും മൊസാദിനെയും IDF-നെയും ഒക്കെ സംശയിക്കുന്നുണ്ടാകാം. തുർക്കി, റഷ്യ ഇവരിൽ നിന്നൊക്കെയുള്ള സംഘങ്ങളും ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം തുർക്കിക്ക് വലിയൊരു പങ്കുണ്ടല്ലോ ഇതില്.
ഇറാനിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ പ്രമുഖനാണ് റൈസി എന്ന് മീഡിയ വൺ പറയുമ്പോൾ അല്ല, ഇറാനിലെ വലിയ ഒരു വിഭാഗം ആളുകൾ എതിർത്ത നേതാവായിരുന്നു ഇബ്രാഹിം റൈസി. പാശ്ചാത്യ ശക്തികളുടെ കണ്ണിലെ കരടായിരുന്നു ഇബ്രാഹിം റൈസി. അപകടകാരിയായ അറവുകാരൻ എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ആ ജനതയ്ക്ക് എത്രമാത്രം വൈകാരികത ഇയാളോടുണ്ട്. 2021 ഇറാന്റെ പ്രസിഡന്റ് ആയിട്ട് ഇബ്രാഹിം റൈസി അധികാരം ഏൽക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി പരമോന്നത നേതാവ് എന്നതിൽ തന്നെ ഉണ്ടല്ല, നമ്മൾ പറയും പരമോന്നത കോടതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ. കാരണം എല്ലാം ഇയാളിലാണ്. ഇയാളുടെ ഒരു പക്ഷെ പിൻഗാമി വരെ ആയി വരാം എന്ന് കരുതപ്പെടുന്ന കരുത്തുറ്റ ഒരു നേതാവായിരുന്നു ഇബ്രാഹിം റൈസി. കാരണം എപ്പോഴും ഒരു കയ്യിൽ ഖുർആനാണ് പിടിക്കുക, ആ ഖുർആന്റെ നിയമങ്ങൾ കട്ടവന്റെ കൈ മുറിക്കുക, പിന്നെ ദുർനടപ്പുകാരെ എറിഞ്ഞു കൊല്ലുക, അങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങളാണ് ഇദ്ദേഹം നടത്തി വന്നതില്ല. ഈ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന, തങ്ങൾക്കെതിരെ എഴുതുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യുന്ന ആളുകളെ തലവെട്ടുക, ഇതാണ് ചെയ്തു വന്നിരുന്നത്. അപ്പോ ഇബ്രാഹിം റൈസി അൽ സാദത്തി എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണ പേര്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖൊമേനിയുടെ വിശ്വസ്തനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ മൂലധനവും അത് തന്നെയാണ്. അങ്ങനെ ഒരു പേര് ഇയാൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 1960 ഡിസംബർ 14 ഖുറാസാൻ പ്രവിശ്യയിലെ മഷ്ഹദിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഷിയ വിഭാഗത്തോട് ഭയങ്കരമായ കൂറുകൂടി ഉള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതവിടെ നിൽക്കട്ടെ, ഇദ്ദേഹം ഷിയ ആണോ സുന്നിയാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്തുകൊണ്ടാണ് ഇബ്രാഹിം റൈസിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ആലോചിക്കണം, അവര് പിന്നെ പ്രൊഫൈൽ ഇടുകയാണ്. ചിരിച്ചേ മറ്റൊണ്ടൊന്നുമല്ല, മുഹമ്മദിനേക്കാൾ പ്രവാചകനാകാൻ യോഗ്യൻ വീരപ്പനാണ്. മണിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു കമന്റ് ആണ്, കണ്ടപ്പോ എനിക്ക് ചിരി വന്നതാണ്. ഫേസ്ബുക്കിൽ മൊത്തം ഇബ്രാഹിം റൈസിക്ക് അള്ളാഹ് നീ കൂലി കൊടുക്കണം, അതിന് കൂലി കൊടുത്തു കഴിഞ്ഞല്ലോ. ഇനിയും സത്യം പറഞ്ഞാൽ അള്ളാഹു ഒരു ലവലേശം കാരുണ്യം കാണിക്കേണ്ടത് 72 ഹൂറികളോടാണ്. കാത്തിരിക്കുവാണല്ലോ ഇയാൾ എങ്ങാനും ഇനിയും സ്വർഗത്തിലെത്തി മദ്യപ്പുഴ കണ്ട്, കാരണം ഇതുവരെ കള്ളു കുടിക്കാതിരുന്നത് അവിടെ കിട്ടുമെന്നും പറഞ്ഞിട്ടാണല്ലോ. ഇയാൾ എങ്ങാനും ഇറങ്ങി, ഇയാൾക്ക് നീന്തലും അറിയില്ല, ഇയാളെ പിടിക്കാൻ എങ്ങാനും ഹൂറികൾ ഇറങ്ങി, ഹൂറികൾക്ക് നീന്തൽ അറിയില്ല, കാരണം അവരെ ചിപ്പിക്കകത്ത് മുത്തിനകത്തൊക്കെ ഇങ്ങനെ തയ്ച്ചു വെച്ചിരിക്കുന്ന രീതിയിലായിരുന്നു, അതുകൊണ്ട് നീന്തലൊന്നും പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അവിടെയും ആ ഹൂറിയും കൂടി ചത്തുപോകുമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നീന്തലും പഠിച്ചിട്ടില്ല, ഇയാളാണെങ്കിലും മദ്യപ്പോയ കണ്ടാൽ ഉടനെ ചാടി ഇറങ്ങി അതിനകത്ത് നീന്തി തുടിച്ച് അവിടെ കിടന്ന് ചത്തുപോയി കഴിഞ്ഞാൽ ബാക്കി 72 ഹൂറികളും വേസ്റ്റ് ആയി പോകുമല്ലോ. അങ്ങനെ നോക്കുമ്പോ ഈ സലാം പറഞ്ഞതുപോലെ സലാമിന്റെ മകൾക്ക് ഒരു ഇബ്രാഹിം റൈസിയെ നഷ്ടപ്പെടില്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവന്മാരിങ്ങനെ പിന്നെ അനുശോചനം രേഖപ്പെടുത്തി നെഞ്ചിലിടിച്ച് നിശബ്ദമായി നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമൊന്നുമില്ല, പക്ഷെ ആള് പുണ്യാളനല്ല. എന്തായാലും റീന ഫ്രാൻസിസ്, അതല്ലെങ്കിൽ റീന ഇസ്രായേലിൽ നിന്നുള്ള റീന മേഡം പറയുന്ന പോലെ അവരുടെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ നമ്മളും കൂടി പറയേണ്ടതുണ്ട്. തള്ളാഹു കുക്കുംബർ ആമീൻ നെയ്മീൻ കരിമീൻ പൊയമീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒഴുകുകയാണ്. എനിക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ പുറത്തു വന്നിട്ടുള്ളൊരു വാർത്തയാണ്. സൗദിയിൽ ഫാഷൻ ഷോയിൽ സൗദി വനിതകൾ നടക്കുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ പുറത്തു വന്നിരുന്നു. അവിടെ അങ്ങനെ നടക്കുന്ന കാലമായി. മാത്രമല്ല മറ്റൊന്നുകൂടി പറയേണ്ടതുണ്ട്, ഭഗവത്ഗീത എന്ന് പറയുന്ന ഭാരതത്തിന്റെ സംസ്കാരം, അതല്ലെങ്കിൽ ആ ഒരു ഗ്രന്ഥം, അത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നിന്റെയൊക്കെ ആത്മീയ തലത്തിലേക്ക് ഉയർന്നു ചിന്തിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഉയർന്ന തലത്തിലിരിക്കുന്ന ആ രാജ്യം, സൗദി എന്ന് പറയുന്ന രാജ്യം, നിന്റെ എല്ലാ ആചാരപ്രകാരമുള്ള അത്യന്തികം ഉയർന്ന തലത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടാൻ പോവേണ്ട ആ രാജ്യം തന്നെ മാറി ഇന്ന് 2 പീസ് അണിഞ്ഞുകൊണ്ട് രണ്ട് ഒന്ന് ചെസ്റ്റിലും ഒന്ന് താഴെയും മാത്രം അണിഞ്ഞ് നടക്കുന്ന രീതിയിലേക്ക് ഫാഷൻ ഷോ പറയാം സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് വീഡിയോ ചിത്രങ്ങളൊക്കെ ഒക്കെ പുറത്തു വന്ന സമയത്ത് നീ ഏത് രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് പറയുന്നത്. ഏകദേശം ആ ഒരു 4-ാം നൂറ്റാണ്ടിലേക്കൊക്കെ കാട്ടറബി വേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ കാലത്ത്, ജാമിദ ടീച്ചറുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ആ കാലത്തെ അപ്പിക്കുപ്പായത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്റെ ആ വിവരം, വിദ്യാഭ്യാസം, സംസ്കാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ ഇതേ ഒരൊറ്റ ഉദാഹരണം മാത്രം മതി. ഈ 2 പീസ് ഇട്ട് നടക്കുന്ന സൗദി വനിതകൾക്ക് താഴെയൊക്കെ നീയൊക്കെ നിശബ്ദത പാലിച്ച് മിണ്ടാതെ ഒളിച്ചിരിക്കുന്നതൊക്കെ ഞങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിന് താഴെ കൃത്യമായിട്ട് തള്ളാഹു കുക്കുംബർ എന്ന് റീന മേഡത്തിന്റെ വാക്കെടുക്കുകയാണെങ്കിൽ തള്ളാഹു കുക്കുംബറും പിന്നെ അതുപോലെ ആമീനും നെയ്മീനും കരിമീനും ഒക്കെ അവിടെ പൊരിച്ച് അവിടെ സംഘികൾ ആർത്തുല്ലസിക്കുന്നതൊക്കെ നീ ഒന്ന് പോയി കാണേണ്ടതാണ്.
എന്തായാലും മറ്റൊരു ഗംഭീര വിശേഷവുമായി നമ്മൾ വരുന്നത് വരെ എന്തായാലും ജാമിദ ടീച്ചർക്ക് ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അതായത് ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. ഈ ഇബ്രാഹിം റൈസി ഇത്രയും കാലവും ജീവിച്ചത് വെറുതെ ആയല്ലോ എന്ന് മാത്രം ഇവരൊന്ന് ചിന്തിച്ചാൽ മതി. അതായത് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റിയില്ല, വസിയത്ത് ചെയ്യാൻ പറ്റിയില്ല. 2 പെൺകുട്ടികളാണ് ഇബ്രാഹിം റൈസിക്ക്. അവരെ പോലും സുരക്ഷിതമായി എവിടെയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം ജനതയോടെങ്കിലും നീതിയോ കൂറോ പുലർത്താൻ കഴിഞ്ഞോ? അതുമില്ല. ലോകം മുഴുവനും ഇതുപോലെയുള്ള ഈ മനുഷ്യ ജന്മങ്ങൾക്കെതിരാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ഒരുപാട് രാജ്യങ്ങൾ ഉപരോധം വരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഇത്രയും കാലം ഇദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചു. ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹു സന്തോഷിക്കും, അദ്ദേഹത്തിന് അവിടെ ചെന്നാൽ ഹൂറികളെ കിട്ടുമെന്ന് വേണമെങ്കിൽ ഇവർക്കൊന്ന് സമാധാനിക്കാം. എന്നാലും ഈ ചുരുങ്ങിയ ജീവിതം കൊണ്ട് വെറുപ്പ് മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളെ ഇല്ലായ്മ ചെയ്തു. ഒരുപാട് സ്പോർട്സ് താരങ്ങൾ ഉണ്ടായിരുന്നു ഈ മഹ്സ അമീനിക്ക് വേണ്ടി രംഗത്തിറങ്ങിയ. ഞാൻ സ്ഥിരമായിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതാറുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും ഇവര് കൊല്ലുമ്പോഴൊക്കെ ആ കുട്ടികളുടെ ചിത്രം വെച്ചിട്ട് അവരുടെ കുറെ ഡേറ്റാസ് ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഓരോ കുട്ടികളെയും കുറിച്ച് എഴുതാറുണ്ടായിരുന്നു. സ്പോർട്സ് താരങ്ങള് ഇവരാണെങ്കിൽ ഇവരുടെ ട്രോഫികളൊക്കെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയിടുകയാണ്. കാരണം ഇവർക്ക് ഇത് പിടിക്കത്തില്ലല്ലോ. അങ്ങനെ മഹ്സ അമീനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു ഉമ്മ 4 പെൺകുട്ടികളോട് പറയുന്ന ഒരു വാക്കുണ്ട്, മക്കളെ ഞാൻ ഇറങ്ങുന്നു നിങ്ങളെ പോലെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി. ഞാൻ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പൊ അവർക്കുള്ളത് 9 വയസ്സ്, 11 വയസ്സ്, 14 വയസ്സ്, 17 വയസ്സ് ഉള്ള കുട്ടികളാണ്. ഈ കുട്ടികൾ എല്ലാവരും 2, 3, 4 വയസ്സിന്റെ ഒക്കെ വ്യത്യാസം. ഈ ഉമ്മ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങുമ്പോ ഈ കുട്ടികൾക്ക് ഉപദേശം നൽകുകയാണ്. ചിലപ്പോൾ നിങ്ങളും ഈ മേഖലയിൽ കൊല്ലപ്പെടും, അതല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മനുഷ്യരായിട്ട് ജീവിക്കാം. അപ്പൊ 9 വയസ്സുകാരിയായ മോള് ഈ ഇറാന്റെ കൊടിയെടുത്തിട്ട് വലിച്ചു കീറിയിട്ട് പറയണം, ഞാനും വരുന്നുണ്ട് ഉമ്മായോടൊപ്പം. അങ്ങനെ ആ 4 പെൺകുട്ടികളും ഇവരോടൊപ്പം ഇറങ്ങി തിരിച്ചു. അവർ 5 പേരും കൊല്ലപ്പെട്ടു. ഞാൻ അവരുടെ എല്ലാ കുട്ടികളുടെ ഒക്കെ ചിത്രങ്ങൾ സഹിതം വെച്ചിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇയാള് ഈ പാപക്കറകളൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുവാണെങ്കിൽ എവിടെ കൊണ്ട് കഴുകിക്കളയും? മനുഷ്യനെ കൊല്ലാൻ അധികാരമില്ലല്ലോ. ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന് ഖുർആൻ പറഞ്ഞു എന്ന് ഇവർ ഉദ്ഘോഷിക്കുമ്പോൾ എത്ര കണക്കിന് നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുത്ത മനുഷ്യന്റെ ദാരുണമായ അന്ത്യമാണ് നമ്മളിപ്പോ കണ്ടത്. കത്തിക്കരിഞ്ഞു പോയി. നീ കൂടെയുള്ളവർ തീയിട്ടതാണോ എന്നറിയില്ല, ചിലപ്പോൾ അവര് മരിച്ചല്ലോ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ഇവര് കൂടെ നിന്നിട്ട് കാലുവാരുന്ന ടീമാണ്. എന്തായിരുന്നാലും വീണ്ടും പുതിയ ഒരു വിഷയവുമായി ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് നമുക്ക് കാണാം. നേരിൽ സന്ധിക്കും വരെ